ഓർത്ത് നന്ദിയോടെ ദൈവത്തെ എല്ലാം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദൈവ വിശ്വസ്തയുമാണ്. അത് ഓർത്ത് കർത്താവിന് നന്ദി കരയറ്റുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഇന്ന് വൈകുവേളയിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഗോഡ് വിൽ ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് അവർ വേസ്റ്റ്. നമ്മുടെ ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ദൈവം നമുക്ക് തന്ന ബെസ്റ്റാണ്. നമ്മൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. ദൂരെയുള്ളവർക്കൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലുള്ളവർക്ക് നമുക്ക് വൈകുവേളയിൽ ഒന്നിച്ചു കൂടി വരാം. എന്നാൽ ഇപ്പോൾ ബലഹീനരായിരിക്കും വീട്ടിലിരുന്നാലും അല്ല, നമ്മുടെ കേരളത്തിന് അകത്തെവിടെ ആയിരുന്നാലും പുറത്തെവിടെ ആയിരുന്നാലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെ അത് കഴിഞ്ഞ കേൾക്കാനൊക്കെ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന് നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. നമുക്കതിനുള്ള കഴിവ് സാമർഥ്യമൊന്നുമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ശരിക്കും God has brought, God will bring the best out of our എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പറയാൻ പറ്റിയ He has brought it. ദൈവം അങ്ങനെ ഏറ്റവും നമ്മുടെ ലൈഫിലെ ഏറ്റവും നമ്മൾ നേരിട്ട ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് റിസൾട്ട് ആണ് നമ്മൾ ഈ കൂടുന്ന സൂം മീറ്റിംഗ് എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. സൂം മീറ്റിംഗ് ഏറ്റവും ശ്രേഷ്ഠമായി നമ്മളത് കരുതുന്നതുകൊണ്ടും അതിന്റെ അനന്തര ഫലങ്ങൾ ഏറ്റവും അനുഗ്രഹമായതുകൊണ്ടും ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്നു. നമ്മള് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് മാനുഷിക ബുദ്ധിയിൽ അതൊന്ന് ഉൾക്കൊള്ളാനും അത് നന്മയ്ക്കാണെന്നൊക്കെ ഒന്ന് വിശ്വസിക്കാനും ഒന്ന് അതനുസരിച്ചൊന്ന് പ്രതികരിക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം ഭയങ്കര എന്താ പറയുക, ഭയാനകമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകാം. ഭാവിയെക്കുറിച്ച് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാകുന്ന സമയങ്ങൾ ഉണ്ടാകാം. നമ്മളുടെ നിലനിൽപ്പിനെ എനിക്കറിയില്ല, ഞാനത് വർണ്ണിക്കുന്നതിലപ്പുറമാണ്. നമ്മൾ ഓരോരുത്തരും അത് നേരിട്ടിട്ടുള്ളവരാണ് ജീവിതത്തിൽ. ഓരോ നിൽക്കൂട്ടമായി വരാം, കുടുംബമായി വരാം, വ്യക്തിപരമായി വരാം, സഭയായി വരാം, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ ദൈവം അതെങ്ങനെയാണ് അതിന്റെ പരിസമാപ്തി വരുത്തിയിട്ട് നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എത്ര ശ്രേഷ്ഠമായിരുന്നു. ദൈവം അത് അനുവദിച്ചത് എത്ര നന്മയ്ക്കാണ്. ആ പ്രത്യേകമായ സമയത്ത് അതൊക്കെ പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിനെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അത് തിരിച്ചറിയാൻ നമ്മൾക്ക് ദൈവം ഇടയാക്കട്ടെ. എങ്ങനെ ആയിക്കോട്ടെ, വ്യത്യസ്തമായ രീതിയിലായിക്കോട്ടെ, അതിനെ പ്രയാസങ്ങളെ വർണ്ണിക്കാൻ നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാതെ വണ്ണമുള്ളതായിക്കോട്ടെ, അതിനി ഒരു നീക്കുപോക്കും ഇല്ല, മാനുഷ്യമായി ചിന്തിച്ചാൽ ഒരു പോംവഴിയും ഇല്ല, ഇതൊന്നും ഒരിക്കലും നന്മയ്ക്കായി തീരത്തില്ല എന്ന് തോന്നുന്ന വിധത്തിൽ ആശ അറ്റുപോകുന്ന സാഹചര്യം ആയിക്കോട്ടെ, എങ്കിലും ദൈവത്തിന് അതിനകത്തൂടെ നന്മ പുറപ്പെടുവിക്കുവാൻ കഴിയും, തന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മഹത്തായ പദ്ധതി ഉണ്ട്. തന്റെ പുത്രനിലൂടെ പിതാവായ ദൈവം അത് മനുഷ്യനും വെളിപ്പെടുത്തി, ഈ ലോകത്തിന് മുമ്പിൽ അത് വെളിപ്പെടുത്തി. ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വം തന്റെ പുത്രനിലൂടെ മനുഷ്യർക്ക് തോന്നിയതിലൂടെയാണ് ദൈവം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാക്കി മാറ്റി ജീവനും എന്താ പറയുക രക്ഷയ്ക്കും നിത്യമായ ആ വാസത്തിനും എല്ലാം കാരണമാക്കി തീർക്കുന്ന മഹത്തായ ദൈവപദ്ധതികൾ ദൈവം ആവിഷ്കരിച്ചതും സാധ്യമാക്കിയതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസ്ഥലായിരിക്കുമ്പോൾ ദൈവജനങ്ങളെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വ്യത്യസ്തമായ ആകുല ചിന്തകൾക്കുള്ള കാരണങ്ങൾ ഉണ്ടാകാം. നമ്മളെ അസ്വസ്ഥമാക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായ സംഘർഷങ്ങൾ നമ്മൾക്കുണ്ടാകാം. നാളത്തെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ കരുതാനുള്ളതില്ലാതിരിക്കാം. നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇല്ലാതിരിക്കാം. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനപ്പുറമായിട്ട് കർത്താവിൽ വിശ്വസിപ്പാനും കർത്താവിൽ ആശ്രയിപ്പാനും അവന്റെ വല്ലഭത്വത്തെ ഒന്ന് മനസ്സിലാക്കുവാനും ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവന്റെ പ്രവൃത്തികളെ ഒന്ന് ധ്യാനിപ്പാനും അവൻ വിശ്വസ്തനെന്ന ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കാനും നമുക്ക് കഴിയണം. അത്രയും നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മളെ ഈ മായമില്ലാത്ത പാലും കട്ടിയുള്ള ആഹാരമൊക്കെ തന്ന് വളർത്തിയിട്ട് എന്താണ് പിന്നെ ഒരു പ്രയോജനം? നമ്മളെല്ലാം കഴിഞ്ഞ് ചെങ്കടൽ പിളർന്നിട്ട് മിരിയാമും കുട്ടിനെ കൈയടിക്കാൻ ഇരുന്ന പോലെ നമ്മൾ അങ്ങനെ ഇരിക്കുകയാണോ? എല്ലാം ഒന്ന് സ്വസ്ഥമായിട്ട് എല്ലാം ദൈവം ഒന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്കൊന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ, എനിക്ക് എന്നിട്ട് വേണം 4 പേരോട് പറയാൻ എന്റെ ദൈവം നല്ലവനാണ് എന്നാണോ അതിനിരിക്കുകയാണോ നമ്മൾ? അതോ എന്താണ് നമുക്ക് ദൈവത്തോടുള്ള ആ വിശ്വസ്തത? നമ്മൾ എങ്ങനെയാണ് ദൈവസേനയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്? നാളെ എന്നൊരു ദിവസം നമുക്കുള്ളതല്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ഇന്നൊരു ദിവസമാണ് തന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട്, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയത്തെ കഠിനമാക്കാതെ, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയത്തിന് ഒരു
ഒരു ഒരു എന്താണ് മന്ദത വരുത്താതെ ദൈവത്തിന്റെ വചനത്തോടും ദൈവിക പദ്ധതികളോടും മത്സരിക്കാതെ അനുസരിക്കുന്ന വിധേയപ്പെടുന്ന ഹൃദയങ്ങളെ മെഴുകുപോലെ ഒരുക്കുന്ന ഒരു നല്ല മനോഭാവത്തോടെ നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവസ്ഥലായിരിക്കാം. ദൈവനീതിയായിട്ട് കണക്കിടും. കഴിഞ്ഞ നാളിൽ അങ്ങനെ കണക്കിട്ടിട്ടുണ്ട്. ഇന്നും ഈ രാത്രിയിലും കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാനും നിങ്ങളും ആയിരിക്കേണ്ടത്. അതിന് കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഞങ്ങൾ ലേഡീസ് മീറ്റിംഗ് ആയിട്ട് പകൽ കൂടി വന്നപ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് കർത്തദാസന് നമുക്ക് തുടക്കത്തിൽ ഒരു മെസ്സേജ് തന്നിട്ടാണ്, അതുകൊണ്ടാണ് ഒരു ഒന്നിച്ചത് പ്രാർത്ഥിച്ചതെങ്കിലും ഇന്നത്തെ പകൽ ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരുടെ വിഷയങ്ങൾ അറിഞ്ഞ് സഭയ്ക്ക് വേണ്ടി ഒക്കെ പ്രയാസത്തോടെ കടന്നു പോകുന്ന പരീക്ഷ ചെയ്യുന്ന കുഞ്ഞ് എല്ലാവർക്കും വേണ്ടി വളരെ സമയം ഞങ്ങൾ പകൽ ആയിരുന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ദൈവവചനത്തെ ധ്യാനിച്ചു. ഏറെ സമയം ഞങ്ങൾക്ക് സഹോദരിമാർക്ക് കടന്നു വന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി അത് തീർന്നു. ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു ആണ് എല്ലാവരും മടങ്ങിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ദിവസത്തിലായിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഹൃദയം. കാരണം ദൈവം നമ്മളെ മടുത്തു പോവാതെ ക്ഷീണിച്ചു പോവാതെ ദൈവത്തോടുള്ള സ്നേഹം അതിലിങ്ങനെ നിറയാൻ ഇന്നും ദൈവം നമ്മളെ അനുവദിക്കുന്നുണ്ടല്ലോ, നമുക്ക് കൃപ തരുന്നുണ്ടല്ലോ. എത്രയോ പേർ കർത്താവ് വിളിച്ചിട്ട് ആ വിളിയെ കേൾക്കാതെ പിന്മാറിപ്പോയി. എത്രയോ പേർ ഇറങ്ങി തിരിച്ചിട്ട് അവന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ, അവന് വേണ്ടി കാത്തിരിക്കാൻ കഴിയാതെ, അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞിട്ടും ജീവിതത്തിലെ ചില പ്രയാസവേളകളിൽ ദൈവം ചിലപ്പോൾ മൗനമായിരുന്നപ്പോൾ, ദൈവം ഉപേക്ഷിച്ചു എന്ന് തോന്നിയ ചില സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ, ദൈവം ചിലതിന് നോ പറഞ്ഞപ്പോൾ, ദൈവം ചിലതിന് കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ, ദൈവം അല്പസമയം ഒന്ന് തകർത്തപ്പോൾ ഈ ദൈവിക പദ്ധതി ഉൾക്കൊള്ളാൻ കഴിയാതെ അവന്റെ സന്നിധിയിൽ എത്ര പേർ പിന്മാറിപ്പോയി, എത്ര പേർ അകന്നുപോയി. അവർക്ക് അവന്റെ വചനത്തെ ഒന്ന് ഉൾക്കൊള്ളാനോ ആത്മീകമായത് വിവേചിക്കാൻ കഴിയാതെ ആത്മീകരായി ജീവിക്കേണ്ടവർ ജഡികരായി ജീവിച്ച് അവർ എത്ര പേർ ദിനപ്രതി പട്ടുപോകുന്നു, പിന്മാറിപ്പോകുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മൾ എത്രയോ പ്രാവശ്യം വീട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി, എത്രയോ പ്രാവശ്യം തളർന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. എലിയാവിനെ പോലെ മതി യഹോവേ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചുരച്ചെടിയുടെ ആ മരുഭൂമിയിലേക്ക് കർമ്മേലിലേക്ക് ഞങ്ങൾ അത് കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചതാണ്. കർമ്മേലിലേക്ക് ചവിട്ടി കയറുവാനുള്ള ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി വന്നുകൊണ്ട് ധൈര്യസമേതം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ തന്നെ പെട്ടെന്ന് ജീവിതത്തിലുണ്ടായ ഒരു വെല്ലുവിളി നിമിത്തം തന്റെ പ്രാണനെ എടുത്തുകൊള്ളും, നിന്നെ ഞാൻ കൊന്നുകളയുമെന്നുള്ള ഒരു രാജ്ഞിയുടെ വെല്ലുവിളി കാരണം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഏറ്റവും ഉള്ളിലേക്ക് പോയി പാർത്ത മനുഷ്യന്റെ അടുത്തേക്ക് ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച് അവനെ വീണ്ടും തന്നെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ദൈവം തളർന്നിരുന്ന അനേകരെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ തളർന്നിരുന്നപ്പോഴും ദൈവത്തിന്റെ ബലം ഏറ്റുവാങ്ങാതെ അനേകരുടെ മനസ്സ് കഠിനമായി പോയിട്ടുണ്ട്. അതൊന്നും അവർക്ക് വേണ്ട. കാരണം അവർക്ക് വേണ്ടത് അവർ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമാണ്, അല്ല ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അവർ നിറവേറാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അനേകർ അവന്റെ വചനത്തിൽ ഇടറിപ്പോയി. അതെ, മെരിബിയിലെ പോലെ മസനാളിനെ പോലെ അവർക്ക് ദൈവികമായ ആ കൂട്ടായ്മ കലഹം ഉണ്ടാക്കി അത് ദൈവത്തെ പരീക്ഷിക്കാൻ കാരണമായപ്പോൾ ഇന്ന് രാത്രി ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയും ദൈവനെ ധ്യാനിക്കുകയും ചെയ്യുവാനായിരിക്കുന്ന നമുക്ക് വളരെയധികം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ള ഒരു കാരണമുണ്ട്. ഇന്നും നമ്മൾ അവന്റെ കൃപയിലായിരിക്കുന്നു, ഇന്നും അവന്റെ സന്നിധിയിലായിരിക്കുന്നു. അതെ, വല്ല വിധേനയോ എങ്ങനെയെങ്കിലും ആട്ടെ, ഏതായാലും വിളിച്ച് ഇനിയിപ്പോ തിരിഞ്ഞു പോകാൻ എന്നും പറഞ്ഞല്ല, നമ്മുടെ ഹൃദയത്തിൽ അവനോടുള്ള ഏകാഗ്രതയും സ്നേഹവും സന്തോഷവും ആ ദൈവിക സമാധാനവും ഒക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് നമ്മുടെ പല ഇഷ്ടങ്ങളെ തകർത്ത് കളഞ്ഞപ്പോഴും അതിനേക്കാൾ വലുതാണ് കർത്താവിന്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആത്മീകമായി വിവേചിക്കാൻ, ആത്മീയൻ സകലത്തെ വിവേചിക്കുന്നു, അവൻ ആത്മീകമായി ഇത് ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിപ്പാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഓർത്തോണം, നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുന്നവരാ. ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇനി സാധിക്കാനുണ്ട്, ദൈവത്തിന് നടത്തി തരാനുണ്ട്. അതെല്ലാം ഒരു വശം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ ബലത്തിന്റെ വല്ലഭത്വം അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെ മെഴുകുപോലെ ദൈവത്തിൽ ഒരുക്കി ആ കർത്താവെ അങ്ങ് അരുളി ചെയ്താലും ഞങ്ങൾ കേൾക്കട്ടെ, ഞങ്ങൾ അതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആ ഒരു മാംസളമായ ഹൃദയത്തോടു കൂടെ ദൈവത്തിൽ ആരായിരിക്കുന്നോ അവരൊരിക്കലും കർത്താവ് ഉപേക്ഷിക്കത്തില്ല, അവരൊരിക്കലും തള്ളിക്കളയത്തില്ല. അവരെത്ര ചുരച്ചയുടെ തടലിൽ പോയി പാർത്തിരിക്കാൻ ശ്രമിച്ചാലും, അവരെത്ര മരുഭൂമിയിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചാലും, അവർ ഇരിക്കുന്നിടത്തേക്ക് തന്റെ ദൂതനെ അയച്ച് അവിടേക്ക് ഇറങ്ങി വന്ന് അവരുടെ ക്ഷീണത്തെ വിശപ്പിനെ മാറ്റി അവരെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിപ്പാൻ അത്രമാത്രം സ്നേഹവാനായ ഒരു പിതാവാണ് നമ്മുടെ ദൈവം. അത്ര നമ്മളെ കരുതുന്ന കർത്താവാണ്. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിന്റെ സ്നേഹത്തെ
കൂടുതലായി രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാം. നമുക്ക് ആരുടെയെങ്കിലും വാക്ക് കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നോ പറഞ്ഞു, എവിടെയെങ്കിലും ചെന്നപ്പോൾ ഒരു കാര്യം നടന്നില്ല, നമ്മൾ ആഗ്രഹിച്ചപ്പോൾ ചിലത് നടന്നില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം മൗനമായിരിക്കുന്നു, എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം തുടക്കത്തിൽ തന്നെ കർത്താദാസൻ ഓർപ്പിച്ചു. നമ്മുടെ ജീവിതം അങ്ങനെയൊന്നും അതെ നമുക്ക് നമ്മൾ ഏറ്റവും സുരക്ഷിതരാണ്. നമ്മളിന്ന് പകലും നമ്മുടെ മീറ്റിംഗിൽ അതല്ലേ ചിന്തിച്ചത്. കഷ്ടങ്ങൾ എന്താണ് ഭാഗ്യാവസ്ഥ, ഭാഗ്യവതി 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 എന്ന് വാഴ്ത്തിയ അനുഗ്രഹിക്കപ്പെടുന്ന വാഴ്ത്തിയ മറിയയുടെ അനുഗ്രഹാവസ്ഥ നമ്മൾ ചിന്തിച്ചു. എന്തൊക്കെയാണ് മറിയ കടന്നുപോയ വഴികള്, എന്തെല്ലാം സങ്കീർണമായ വിഷയങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം അനിശ്ചിതത്വങ്ങൾ. ഒരിടത്തോട്ട് അവിടുന്ന് ഓടണം, ഇവിടുന്ന് ഓടണം, അവിടുന്ന് ഇങ്ങോട്ടോ, ഇവിടെ ഒളിച്ചു പാർക്ക്, അവിടെ പോയി പാത്തിരിക്കുക, അവിടുന്ന് ഇങ്ങോട്ട് പോ, അവിടുന്ന് ഇതിൽ എല്ലാം അവിടെ ഇങ്ങനെയുള്ള ഒരു കയറ്റി ഇറക്കത്തിലൂടെ സമ്മർദ്ദമായ സംഘർഷ ഹരിതമായ ജീവിത സാഹചര്യത്തോടെ ഈ ഭാഗ്യവതി എന്ന് പറഞ്ഞ ആള് പോയേ. നമ്മൾ ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം ഇനി ഒരിക്കലും സംഘർഷഭരിതമായ ജീവിതം ഉണ്ടാകത്തില്ല, സങ്കീർണമായതൊന്നും നേരിടേണ്ട വരത്തില്ല. പക്ഷെ അങ്ങനെയല്ല എന്ന് പകല് നമ്മൾ ചിന്തിച്ചു. അതിന്റെ ഒരു കൺക്ലൂഷൻ എന്നതിൽ കർത്താദാസൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ആവശ്യമായ ഒരു മുന്നറിയിപ്പ് ദൈവവചനത്തിലൂടെ നൽകി തന്നു. ഇന്ന് രാത്രിയിൽ കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരുമ്പോൾ തിരുവചന പഠനങ്ങളും നമുക്ക് ആർക്കും ഒരു ഭാരമായി തീരരുത്. അല്ലെങ്കിൽ ദൈവവചനം അതിന്റെ ഡോക്ട്രിൻസ് ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ, നമ്മള് ദൈവസഭയുടെ നിലനിൽപ്പിനെ വേണ്ടത് പഠിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ജ്ഞാനത്തെയും പരിജ്ഞാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, കർത്താവിന്റെ സർവ്വസമ്പൂർണത, കർത്താവിന്റെ ശ്രേഷ്ഠത, ഔന്നത്യം ഒക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ശിശുക്കളായിട്ട് തീരരുത്. നമുക്ക് പക്വതയുള്ളവരായി മുതിർന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവവചനങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാം ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് അസ്, ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ്. ഒരിക്കലും ക്രിസ്തീയ ജീവൻ എന്ന് പറയുന്നതിന്റെ കേന്ദ്രബിന്ദു നമ്മളല്ല. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളല്ല അവിടുത്തെ പ്രധാന വിഷയം, ക്രിസ്തുവാണ്. ഈ ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തുവിനോട് ബന്ധ കർത്താവിനെ കുറിച്ച് അറിയുന്നതും അവന്റെ വഴികളിൽ നടക്കുന്നതുമാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ രക്ഷിക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിന്റെ ഭാവിയുടെ വലിപ്പം അറിയുന്നതോ മഹത്വം അറിയുന്നതോ ആ ആള് എത്രത്തോളം നേടും, എവിടെയൊക്കെ ജയാളിയാകും, അല്ലെങ്കിൽ ആരെ മുന്നിൽ മാനിക്കപ്പെടും, ഇതൊന്നും അല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിലാണ്. അത് ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ്. ഇറ്റ്സ് നമുക്ക് നമ്മളെ വലിയവരാക്കാനുള്ളതല്ല. എന്നുവെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് പ്രാർത്ഥിക്കുന്നതെല്ലാം അതിനെ കൃത്യസമയത്ത് സാധിപ്പിച്ചു തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ളതല്ല ക്രിസ്ത്യ ജീവിതം. നമ്മളെ വിളിച്ച കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളതാണ് ക്രിസ്ത്യ ജീവിതം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായത് എല്ലാം തരും. അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി ദൈവം തരും. ആ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാപിക്കുന്നതല്ല, ക്രിസ്തുവിലുള്ള ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉളവാകുന്നതാണ് ആ സംതൃപ്തി. ആ സംതൃപ്തിയിൽ ജീവിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നാം ജീവിച്ചാൽ ജീവിതത്തിന്റെ അവസാനം വരെ നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിന്റെ സംതൃപ്തിയും സമാധാനവും അനുഭവിക്കാൻ പറ്റും. അല്ല എങ്കിൽ വളരെയധികം ഏറ്റക്കുറച്ചിലായിരിക്കും. ഇന്ന് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നാളെ ഡൗൺ ആയിരിക്കും, മറ്റേ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നമ്മളൊരു സീസണലായിട്ട് പോകും. എന്താണ് നമ്മുടെ മാനസിക വികാരങ്ങളും ചിന്തകളും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നത്. അതല്ല ക്രിസ്ത്യ ജീവിതം. അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് എന്തിനോട് ചോദിച്ചാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് പറയുന്ന പേരാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ രക്ഷിക്കപ്പെട്ട നമ്മുടെ ഭാവിയെ കേന്ദ്രീകരിച്ചല്ല. അങ്ങനെയാണ് ഒരു കാലഘട്ടം വന്നപ്പോൾ ഈ ദൈവവചനങ്ങളെ മുഴുവനും വളച്ചൊടിച്ച്, എവിടെ ദശയാവ് തുറന്നാൽ നമുക്ക് നമ്മുടെ ഭാവി അറിയണം, ഇരമ്യാവ് തുറന്നാൽ നമ്മുടെ ഭാവി അറിയണം, നമുക്ക് പുതിയനിയമം വായിച്ചാൽ നമ്മുടെ ഭാവി അറിയണം, ലേഖനങ്ങൾ വായിച്ചാൽ, സുവിശേഷം വായിച്ചാൽ എല്ലാം നമ്മൾ അന്വേഷിക്കുന്ന മൊത്തം നമ്മുടെ ഭാവി. അത് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇന്ന് വേദോസം തുറന്നപ്പോൾ ഇത് കണ്ടു, ഞാൻ വേദോസം തുറന്നപ്പോൾ അത് കണ്ടു. എന്നിട്ട് എന്ത് സംഭവിക്കും? ഒരായുസ് മുഴുവൻ വേദോസം വായിച്ചിട്ട്, ഒരായുസ് മുഴുവൻ കൂട്ടായ്മ കൂടിയിട്ട് ജീവിച്ചിട്ട് ക്രിസ്തുവിന്റെ ജ്ഞാനത്തിനോ പരിജ്ഞാനത്തിനോ പ്രാപിക്കാൻ കഴിയാതെ, ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രാപിക്കാൻ അതിന് പങ്കാളിയാ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ കഴിയാതെ നമ്മൾ ആരായി പോവും? ശരിക്കും പറഞ്ഞാൽ പണ്ടത്തേതിന്റെ പിന്നത്തേതായിട്ട്. പണ്ട് നമ്മൾ ഇതൊക്കെ തന്നെ ആഗ്രഹിച്ചത്. പണ്ട് നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ ഭാവി നന്നാകണം, നമ്മുടെ ഭാവി അതെല്ലാം സുരക്ഷിതമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭാവി, നമ്മുടെ വീട്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഇത് തന്നെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ പറയണം, ഞാൻ ക്രിസ്ത്യ ജീവിതമല്ല നയിക്കുന്നത്, ഞാൻ കുടുംബ ജീവിതം നയിക്കുന്നു, മക്കളുമായുള്ള ജീവിതം നയിക്കുന്നു, ഞാൻ എന്റെ
വ്യക്തിപരമായ ജീവൻ നയിക്കുന്നത്. ക്രിസ്ത്യ ജീവൻ നയിക്കുന്നത് ആരും അവകാശപ്പെടരുത്. ക്രിസ്ത്യ ജീവൻ നയിക്കുന്നെങ്കിൽ കേന്ദ്രബിന്ദു ക്രിസ്തു ആയിരിക്കും. അതെ, കർത്താവായിരിക്കും ലക്ഷ്യം, കർത്താവായിരിക്കും നായകൻ, പരിശുദ്ധാത്മാവായിരിക്കും നമ്മളെ നയിക്കുന്നത്. അവിടെ അത് അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ വിഷയങ്ങളെ സാരമില്ലെന്ന് എണ്ണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏത് ദിവസം തുറക്കുമ്പോൾ മൊത്തം ഏത് പ്രശ്നം കേട്ട് ഇന്ന് ആര് പ്രസംഗിച്ചാലും എനിക്ക് എന്റെ വിഷയം അറിയണം, എന്റെ കാര്യത്തെക്കുറിച്ച് എന്നുള്ള സ്വാർത്ഥമായ ചിന്താഗതികളിൽ നിന്ന് നാം ഒത്തിരി അധികം വളരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാറാത്തൊരു തലമുറയാണ് ഇന്ന് വർദ്ധിച്ചു വന്നിരിക്കുന്നത് കൊണ്ടാണ് വചനങ്ങൾ ഇത്രത്തോളം പ്രാസംഗികര് കൂട്ടിക്കളയുന്നത്. അതെ, അവര് നിർബന്ധിതരായി പോവും. ഞാൻ അവരുടെ സൈഡ് പറയല്ല. കാരണം അങ്ങനെ കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ശുശ്രൂഷിക്കുന്നവർ പോലും ആഗ്രഹിക്കുന്ന എല്ലാം ചോദിച്ചാൽ, ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഇതിനകത്ത് അവർക്ക് ഉള്ള ഒരു ദൂത് കൊടുത്തില്ലെങ്കിൽ നാളെ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടത്തില്ല എന്ന് നിർബന്ധിതരായി പോന്ന അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾക്കുണ്ടാകരുത്. അങ്ങനെ എടുത്തുവച്ച ഉദ്ദേശത്തിന് ഇല്ലാത്ത ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീകമായി വിവേചിക്കുന്നു. അതെ, നമ്മൾക്ക് അങ്ങനെ തന്നെ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നാം ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് അത് മാറ്റം വരിക. അവന്റെ ജ്ഞാനവും പരിജ്ഞാനവും നമ്മൾ പ്രാപിക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിത്വം അങ്ങ് മാറുക, നമ്മുടെ വാല്യൂ അങ്ങ് കൂടുകയാണ്, നമ്മുടെ ഇമ്പോർട്ടൻസ് അങ്ങനെയാണ് നമ്മൾ വലിയവരാകുന്നത്. നമ്മളെ കുറിച്ച് കേട്ട്, നമ്മുടെ ഭാവിയെ കുറിച്ച് കേട്ട് എന്റെ പ്രശ്നം എപ്പം മാറും, ഇതൊന്നും കേട്ടല്ല നമ്മൾ വലിയവരാകുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ കേൾവിയും ആ വചനത്താലുള്ള ആ വചനത്തോടുള്ള വിധേയത്വവും അനുസരണവും അതിനെ പ്രാവർത്തികമാക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ജീവിതം നയിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ മൂല്യം വർദ്ധിക്കുന്നത്, നമ്മുടെ വില വർദ്ധിക്കുന്നത്, സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ലോകത്തെ ക്രിസ്തു കണ്ടതുപോലെ കാണാൻ പറ്റുന്നത്, അപ്പോസ്തലന്മാർ കണ്ടതുപോലെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ആകണ്ടേ, നമുക്കും അങ്ങനെ ആകണ്ടേ. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് അങ്ങനെ ആകുവാൻ ആഗ്രഹിക്കുന്നവരും ഇന്ന് രാത്രി ദൈവസ്ഥനിൽ ഒന്ന് സമർപ്പിച്ചാട്ട്, കർത്താവെ എപ്പോഴും എന്റെ ഈ സ്വാർത്ഥ മനോഭാവത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണേ. എപ്പം ബൈബിൾ എടുത്താലും, എപ്പം പ്രാർത്ഥിച്ചാലും, എപ്പം മുട്ടുമടക്കിയാലും ഇങ്ങനെയുള്ള ചിന്താഗതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ. മറിച്ച് നമുക്ക് എപ്പോഴും, കർത്താവെ നീ എന്നോട് സംസാരിക്കണേ, നിന്റെ വഴിയിലൂടെ എന്നെ നടത്തണേ, നിന്റെ ഹിതം എന്നെ നിവർത്തിക്കണേ. നീ ഈ ഭൂമിയിൽ ഒരു അല്പായുസേ ഉള്ളൂ. ഈ ആയുസ് കൊണ്ട് എന്തൊക്കെ നിനക്ക് എന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കാൻ പറ്റുമോ അതെല്ലാം എന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കണേ എന്റെ കർത്താവേ എന്ന് പറയുന്ന ഒരു ദൈവത്തിന് വേണ്ടി ഒരു ഉപകരണമായി മാറ്റപ്പെടുന്ന ഒരു ജീവൻ നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നും ഏത് സമയത്തും ദൈവത്തെ ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കുന്ന ഒരു ഉപകരണമായി നാം കാണാതെ ഏത് സമയത്തും കർത്താവിന് ഉപയോഗിക്കാൻ വളരെ ഫ്ലെക്സിബിളായ, ഈൽഡ് ചെയ്ത് കൊടുക്കുന്ന, തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന, വഴങ്ങിക്കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആയുധമായി നമുക്ക് തീരുവാൻ ഓരോ കൂട്ടായ്മയും നമ്മളെ പ്രാപ്തരാക്കട്ടെ. അതിന് നമുക്കൊരു തുറന്ന മനസ്സോടെ, ഒരു തകർന്ന മനസ്സോടെ, ഒരു നുറുക്കമുള്ള മനസ്സോടെ നമുക്ക് നമ്മുടെ ഭാവി ഒന്നങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളൊക്കെ പ്രാർത്ഥനയെ കർത്താവോട് പറയുന്നുണ്ട്, അതൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ട്. എന്നാൽ തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും വെളിപ്പാടും അധികം പ്രാപിപ്പാൻ കർത്താവിന്റെ നമുക്കായിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം 23-ാം വാക്യം ആണ് നമ്മൾ 22 വരെ വായിച്ച് നമ്മൾ ചിന്തിച്ചു നിർത്തി. നമ്മളിങ്ങനെ, ഞാൻ അതിനൊരു ക്യാപ്ഷൻ, ഒരു ചെറിയ ക്യാപ്ഷൻ പോലെ ഞാൻ പറഞ്ഞ് 2 കാര്യമാണ് പറഞ്ഞെങ്കിൽ ഒന്നേ ഞാൻ പറഞ്ഞോളൂ. ഒന്ന്, റിസൾട്ട്, റീകൺസലേഷൻ. വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് റീകൺസലേഷൻ? നിരപ്പിന്റെ അനന്തര ഫലം എന്താണ്, അല്ലെങ്കിൽ നിരപ്പ് എന്ന പദം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പദവി എന്താണെന്നാണ്. വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു, അതായത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദോസ് ഹു റിസീവ് റീകൺസലേഷൻ. ഈ നിരപ്പെന്ന പദത്തിന്റെ ആ പദവി എന്താണ്, ആ പദവി അനുഭവിക്കുന്നവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവാദിത്വം. അതങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. ഇപ്പോൾ കർത്താവ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്, മുമ്പേ ഞങ്ങൾ ശത്രുക്കളാണ്, ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ല എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഫോൾട്ട് പോലും ഇല്ലാതെ, ഒരു ചെറിയ കറ പോലും ഇല്ലാതെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്നു. അത് എങ്ങനെയാണ് അത് നിർത്തി എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ചിന്തിച്ച്. അപ്പൊ ഞങ്ങൾ നിരപ്പെന്ന പദം പ്രസംഗിക്കുന്നവരല്ല, ഞങ്ങൾ നിരപ്പെന്ന പദത്തിന്റെ പദവി അനുഭവിക്കുന്നവരാണെന്നുള്ള ഒരു കൺഫർമേഷനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ച വചനം നമുക്ക് നൽകി തന്നത്. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചവരാണ്. We are reconciled through Christ in the presence of God. ദൈവസന്നിധിയിൽ ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് കുറ്റവിമുക്തി ഉണ്ടായി, നീതീകരണം ഉണ്ടായി, നിരപ്പുണ്ടായി. എന്താ അതിന് നിങ്ങൾക്ക് നിരപ്പുണ്ടായെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം?
എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പറയണ്ടേ, നിങ്ങൾ എന്തോ ഈ കിടന്ന് നിരപ്പെന്ന് പറയുന്നല്ലോ, നീതീകരിച്ചു, ദൈവം നീതീകരിച്ചു, ഞങ്ങളെ കുറ്റവിമുക്തരാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തുവാ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല ഇപ്പൊ ദൈവം കേൾക്കുന്നുണ്ട്, നിങ്ങൾ കരഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ഇമോഷണൽ പ്രയർ പോലെ കണ്ണുനീരിനെ മറികടക്കുന്നതല്ല ദൈവം. ഇതൊക്കെ നമ്മുടെ ഇമോഷണൽ ഇതാണ്. ബൈബിളിൽ അങ്ങനെ വാക്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയും കണ്ണുനീരിനെ മറികടക്കണം, നമ്മൾ അങ്ങനെ ആക്കി വെച്ചേക്കുക. കണ്ണുനീരിനെ കർത്താവിനെ മറികടക്കാം. നമ്മൾ കാര്യം എന്ന് വെച്ചാൽ കരഞ്ഞ് കാര്യം സാധിപ്പിക്കുന്ന അതാണോ നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് ചോദിച്ചാൽ ദൈവം എന്താ നിങ്ങൾക്ക് നിരപ്പ് കൊണ്ട് കിട്ടിയത്? ദൈവം നിങ്ങളെ നീതീകരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്തോ നിങ്ങൾ അനുഭവിക്കുന്ന ചോദിച്ചാൽ, ഈ ദൈവജനം കേൾക്കുന്ന എല്ലാവരും അതിന് പ്രാപ്തരായിരിക്കണം അത് പറയാൻ. ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ചോദിച്ച ഉടനെ എല്ലാത്തിനും യേശു വന്നു ദൈവത്തെ കിട്ടിയെന്നല്ല, ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചോദിക്കാനുള്ള ധൈര്യം കിട്ടിയെന്ന് അല്ല, ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്നല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒന്നിനൊരു മുടക്കം, ഇതൊന്നുമല്ല നിരപ്പുകൊണ്ട് ലഭിച്ചത്. നിരപ്പുകൊണ്ട് ലഭിച്ച പദവി, നിരപ്പെന്ന പദം സൂചിപ്പിക്കുമ്പോൾ അതിന്റെ പദവി എന്താണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ഇപ്പോൾ ദൈവത്തിന് ശത്രുക്കളായിട്ടല്ല മിത്രങ്ങളായി നിർത്തിക്കൊണ്ട് വിശുദ്ധരായി, നിഷ്കളങ്കരായി, കുറ്റമില്ലാത്തവരായും. ഈ 3 പദവും നമുക്ക് ചേർന്നതല്ല. വിശുദ്ധർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ. ഈ 3 പദവും നമ്മുടെ സ്വഭാവത്തിന് ചേർന്നതല്ല, പക്ഷെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് ചേർന്ന ക്രിസ്തു മുഖാന്തരം നമ്മളെ ആ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് മറുവില കൊടുത്ത് നമ്മളെ രക്ഷിച്ച് നമ്മളെ കർത്താവിൽ നിർത്തുമ്പോൾ, പുത്രനിലൂടെ നമ്മളെ പിതാവ് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ആണ് റീകൺസൈൽഡ് ആയവരുടെ അവരുടെ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചാൽ, അവരുടെ പദവി എന്ന് ചോദിച്ചാൽ, അവർ ദൈവസേനയിൽ വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്, കുറ്റമില്ലാത്ത, നോട്ട് ഈവൻ എ സിംഗിൾ ഫോൾട്ട്. അപ്പൊ അങ്ങനെയാണോ? നമ്മൾ അങ്ങനെയാണോ ശരിക്കും? എവിടെ ഇപ്പൊ അതാണ് ക്രിസ്തുവിൽ പരിപൂർണമായ വീണ്ടെടുപ്പ് നടന്നു. അങ്ങനെയുള്ള തന്റെ മക്കളെ, സ്വഭാവത്തിന് ഒരു മാറ്റവും വരാ, സ്റ്റാറ്റസിന് മാറ്റം വന്നു. സ്വഭാവത്തിന് പിന്നീടാണ് മാറ്റം വരാൻ തുടങ്ങിയത്. നമ്മുടെ ക്യാരക്ടർ മാറിയിട്ടല്ല നമുക്ക് ഈ പദവി കിട്ടിയത്. പിന്നെയോ ദൈവം തന്റെ പുത്രനിലൂടെ നിരപ്പിച്ച്, അത് പുത്രനിലൂടെ ദൈവം ചെയ്തത് വിശ്വസിപ്പാൻ കഴിഞ്ഞു, അത് അംഗീകരിപ്പാൻ കഴിഞ്ഞു, അത് ഏറ്റുപറയാൻ കഴിഞ്ഞു, അത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞു. ആ കാൽവറി ക്രൂശിലെ പരമയാഗം എനിക്ക് വേണ്ടിയാണെന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് ആ പിതാവ് പുത്രനിലൂടെ ചെയ്ത ആ കംപ്ലീറ്റ് ചെയ്ത നിവൃത്തിയായ പ്രവൃത്തിയിൽ വിശ്വസിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ ലഭിച്ച പദവിയാണ്. വിശുദ്ധരാക്കി, നിഷ്കളങ്കരാക്കി, കുറ്റമില്ലാത്തവരാക്കി. എന്നാൽ നമ്മുടെ ക്യാരക്ടറോ, നമ്മുടെ സ്പിരിറ്റിന്റെ റിഡംഷൻ, ആത്മാവ് ഇപ്പൊ ഇങ്ങനെയാ. നമ്മളെ ദൈവത്തിന് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ, പുത്രനിലൂടെ അങ്ങനെ കാണുമ്പോൾ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാര് പറയുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ റീകൺസിലേഷന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്റ്റാറ്റസ് ഒന്ന് ജീവിക്കാൻ പഠിക്കുക. നിങ്ങൾ ആ പുത്രൻ നിങ്ങൾക്ക് വരുത്തിയ നിരപ്പ് നിങ്ങളുടെ സ്വഭാവം മാറിയിട്ടല്ല, മറിച്ച് അവൻ ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ഈ മാറ്റത്തിന് കാരണമെങ്കിൽ, ഈ പ്രൊമോഷന് കാരണമെങ്കിൽ, ഈ റിഡംഷന് കാരണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾ പുത്രന് അനുരൂപരായിത്തീരും. ഇതാണ് ലേഖനങ്ങൾ നമുക്ക് തരുന്ന ആവർത്തിച്ചുള്ള സന്ദേശം. ഇതിനകത്തൊന്നും പുതിയ സന്ദേശം ഒന്നും തരാൻ പുതിയതായിട്ട് ഒന്നുമില്ല. നമ്മൾ പറയാറില്ലേ, ഇഫ് ഇറ്റ് ഈസ് ന്യൂ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. പുതിയതാണെങ്കിൽ സത്യമല്ല. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് ഈസ് നോട്ട് ന്യൂ. സത്യമാണ് പ്രസംഗിക്കുന്നെങ്കിൽ പുതിയതല്ല, പുതിയതാ പ്രസംഗിക്കുന്നെങ്കിൽ സത്യമല്ല. അതുകൊണ്ട് ആരും വേദോസം എടുത്തിട്ട് പുതിയത് കണ്ടുപിടിക്കാൻ നോക്കണ്ട. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് ഈസ് നോട്ട് ന്യൂ. സത്യമാണ് നമ്മൾ കേൾക്കുന്നത്, പ്രസംഗിക്കുന്നെങ്കിൽ അത് പുതിയതായിരിക്കത്തില്ല. ഇനി പുതിയതാണ് നമ്മൾ പ്രസംഗിക്കുന്നെങ്കിൽ, നമ്മളിപ്പോ പ്രസംഗിക്കുന്ന പുതിയതാണോ സത്യമാണോ? സത്യം. കൺഫ്യൂഷൻ ആണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു സെയിങ് ആണ്, ഒരു ദേവദാസന്മാരില് ഉള്ള സെയിങ്. അതൊരു ക്രിസ്ത്യ ലോകത്തിൽ അതൊരു പലർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധ്യം എന്തിനാണ് നമുക്ക് ഉണ്ടാകണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബൈബിളൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, ഈ ഓവർ അങ്ങ് പുതിയത് കണ്ടെത്താൻ ശ്രമിക്കത്തില്ല. നമ്മള് ഇത് എഴുതിയിരിക്കുന്നതാണ്, കായിന്റെ ഹാബലിനെ എഴുതിയിരിക്കുന്നതാണ്, പൗലോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ഇത് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുക. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിനെ
വ്യക്തികൾക്ക് അതിനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ വിഭാഗിക്കുവാൻ, ഡിവൈഡ് ചെയ്യുവാൻ, അതിനെ പിയേഴ്സ് ചെയ്ത് തുളച്ചകത്തേക്ക് ചെല്ലുവാൻ ഇരുവായ്ത്തലയുള്ള വാളായി, ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനം എന്ത് ചെയ്യാണ്? പ്രാണനെയും ആത്മാവിനെയും മനുഷ്യന്റെ സന്ധി മജ്ജകളെ വേറുടിക്കുമെന്നെ തുളച്ച് ചെന്ന് അതിന്റെ ക്രിയ ചെയ്യിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നടക്കും. അതേ മെസ്സേജ് തന്നെ വീണ്ടും അടുത്ത മീറ്റിംഗിൽ പറഞ്ഞാലും അതാ പറയാൻ ദൈവം തരുന്നെങ്കിൽ അത് പറയാം. വീണ്ടും കർത്താവിന്റെ ആത്മാവ് പുതിയതായി എന്ന പോലെ നമ്മളൊക്കെ അനുഭവം തന്ന് നമ്മളോട് പ്രവർത്തിച്ച് നമ്മളെ ദൈവ പദ്ധതിയിലേക്ക് നയിക്കാൻ ദൈവം ശക്തനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊലോസ് ലേഖനം പഠിക്കുമ്പോൾ എല്ലാ ലേഖനങ്ങൾക്കും വളരെ സാമ്യമുണ്ട്. എല്ലാ ലേഖനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതൊന്നും നമുക്ക് ബോറാകേണ്ട കാര്യമില്ല. ഇതൊന്നും നമുക്ക് എന്താ പറയുക, കേട്ടു കാരണം ഇതെല്ലാം എല്ലാ ദിവസവും നമുക്ക് ആവശ്യമാണ്. നമുക്ക് തിരിച്ചറിവ് ആവശ്യമാണ്. നമുക്കൊരു നിലപാട് ആവശ്യമാണ്. അങ്ങനെ ആ നിലപാടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം ഈ അതുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ വിശുദ്ധരാണെന്നോ, നിങ്ങൾ നിഷ്കളങ്കരാണെന്നോ, നിങ്ങൾ ഒരു തെറ്റ് ദൈവത്തിൽ കുറ്റമില്ലാത്തവരെന്നോ? അയ്യോ, അതാണ് നിങ്ങൾ ദൈവദോഷം പറയുക, നിങ്ങൾ അഹങ്കാരം പറയുക, നിങ്ങൾ ദൈവ കോപത്തിന് ഇരയായിത്തീരും. ഇങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ വേദോസം അങ്ങനെ പറയുന്നു, നമ്മളത് അനുഭവിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാകത്തില്ല, കാരണം അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവർ നമ്മളെ പലപ്പോഴും നോക്കുന്ന മറ്റൊരു രീതിയിലാണ്. പക്ഷെ നമുക്കറിയാം ദൈവം എന്താണ് നിരപ്പിലൂടെ ചെയ്തതെന്നുള്ള ഈ പദവി ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ സ്ഥാനത്ത് നിലനിന്നുകൊണ്ട് ആ പദവിയുടെ എല്ലാ പ്രിവിലേജസും അനുഭവിച്ചോണം, അല്ലെങ്കിൽ ആ പദവിയുടെ എല്ലാ ബ്ലെസ്സിങ്സും അനുഭവിച്ചോണം. ആ അനുഭവിച്ചുകൊണ്ട് ദൈവസ്ഥലം നിൽക്കുന്നു. ഇതാണ് നമുക്ക് ലഭിച്ച മാറ്റമെങ്കിൽ, നമ്മളുടെ റീകൺസലേഷന്റെ റിസൾട്ട് ഇതാണെങ്കിൽ, ഇത് അനുഭവിക്കുന്നവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ ഒരു പ്രധാന ഘടകമാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. അത് പറയാനല്ല ഞാൻ വരുന്നെങ്കിലും അതാണ് നമ്മൾ കഴിഞ്ഞ നാളിലൊക്കെ ചിന്തിച്ചു വന്നേ. ഇങ്ങനെ റീകൺസൈൽഡ് ആയ, ഇങ്ങനെ ദൈവം ഒരു ഗുണവും നോക്കാതെ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തില് ഒരു ഗുണങ്ങളും നോക്കാതെ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ഹിതത്താലും സ്നേഹത്താലും തെരഞ്ഞെടുപ്പ് വരുന്നു. ഏശാവിന്റെയും യാക്കോബിന്റെയും കാര്യം പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള വിളിയും തെരഞ്ഞെടുപ്പ് പ്രാപിച്ച നമ്മൾ, എന്നാ പിന്നെ ഞാൻ ജനിച്ചതിന് മുമ്പേ കർത്താവിനെ കണ്ടതാ, അമ്മയുടെ ഉദരത്തിൽ ഒരു ആകുന്നതിനും എന്നെ കണ്ട, ഇനിയിപ്പൊ ഞാൻ എന്നാ ചെയ്താൽ എന്നാ പ്രശ്നം, ഞാൻ എങ്ങനെ ജീവിച്ചാൽ എന്നാ പ്രശ്നം, അങ്ങനെ പറയാൻ വേണ്ടിയല്ല. മറിച്ച് ഇപ്രകാരമുള്ള ദൈവിക തെരഞ്ഞെടുപ്പ് പ്രാപിച്ച എന്റെ ജീവിതത്തിൽ, എന്റെ ഭവനത്തിൽ, എന്റെ പ്രതിബോധം, എന്റെ ചാർച്ചകൾ, എന്റെ ഭർത്തൃഗൃഹത്തിൽ, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത്, സമൂഹത്തിൽ പലർക്കും ലഭിക്കാത്തതായ ഈ ദൈവിക വിളിയും തെരഞ്ഞെടുപ്പും പ്രാപിച്ച ഞാൻ, അയ്യോ അവരെക്കാൾ അധമരായി ജീവിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ ദുഷിക്കാൻ എനിക്ക് പറ്റുമോ? എന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഇതമല്ലാതെ ചെയ്യാൻ എനിക്ക് പറ്റുമോ? ഇത്രയും വലിയൊരു സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനാക്കി എന്നെ തീർത്തിട്ട് അതിനോടൊരല്പം നീതി പുലർത്താൻ എന്റെ സ്വഭാവം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, നിങ്ങൾ വിശുദ്ധരാണ്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്താണ്. കൊലോസിലെ വിശുദ്ധന്മാരെ, റോമയിലെ വിശുദ്ധന്മാരെ, ഫിലിപ്പയിലെ വിശുദ്ധന്മാരെ നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇനിയും ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ സംബോധന ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവം മാറിയിട്ടല്ല, നിങ്ങൾ റീകൺസൈൽഡ് ആയി നിരപ്പ് പ്രാപിച്ചു. ഇനി വിശുദ്ധന് നിഷ്കളങ്കന് കുറ്റമില്ലാത്ത ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുകയാണ് പുത്രൻ മുഖാന്തരം. നിങ്ങൾ ഇനി ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി യഥാർത്ഥമായ ആ സ്വഭാവത്തിന്റെ ശുദ്ധീകരണത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്നുള്ള ആഹ്വാനം എല്ലാ ലേഖനങ്ങളും മാറി മാറി കൊടുക്കുന്നു. അത് നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ കൊലോസ്യൻ ലേഖനത്തില് ഇവിടെ പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അതിന്റെ തൊട്ടുതാഴെ എഴുതിയിട്ടുണ്ട്. അതാണ് 23-ാം വാക്യം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചു പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിലനിന്നുകൊണ്ടാൽ അങ്ങനെ നിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പം ദൈവത്തിന്റെ അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വാസം അർപ്പിച്ച് സ്ഥിരതയോടെ ഇതിൽ തുടരേണ്ടതാണ്. സുവിശേഷം കേട്ടപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പ്രത്യാശയിൽ നിന്ന് ഒഴുകി പോകാതിരിക്കുക. ഈ രണ്ട് കാര്യം, ഒന്ന് വിശ്വാസം
കേട്ട സുവിശേഷ സത്യത്തിൽ വിശ്വാസമർപ്പിച്ച് സ്ഥിരതയോടെ അതിൽ തുടരുക. സുവിശേഷം കേട്ടപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കുക. അത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ എത്രയോ പേര് ഒഴുകിപ്പോയിരിക്കുന്നു, എത്രയോ പേരുടെ പ്രത്യാശ ഒഴുകിപ്പോയിരിക്കുന്നു, എത്രയോ പേരുടെ വിശ്വാസ സ്ഥിരത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കാരണം അവർ റീകൺസൈൽഡ് ആയി, പക്ഷെ അവർക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് മനസ്സിലായില്ല. ഞങ്ങൾ എന്ത് ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ഷോൾഡറിലുള്ള, ഞങ്ങളെ തന്നെ രക്ഷിപ്പാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല, അത് കർത്താവ് ചെയ്തു. പക്ഷെ രക്ഷിക്കപ്പെട്ട ഞങ്ങളുടെ ഷോൾഡറിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതിൽ ഞങ്ങൾ നിലനിൽക്കണമെന്നുള്ള ആ ബോധ്യത അവർക്കില്ലാതെ പോയി. കൊലോസ്യരോട് പറയുകയാണ്, നിങ്ങൾക്കത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവരോട് വ്യക്തമായ ഒരു വാണിംഗ് ആയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അവർക്കൊരു വളരെ ശക്തമായ സന്ദേശം കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, യു മസ്റ്റ് കണ്ടിന്യൂ ടു ബിലീവ് ദിസ് ട്രൂത്ത് ആൻഡ് സ്റ്റാൻഡ് ഫേംലി ഇൻ ഇറ്റ്. ഈ സത്യം നിങ്ങൾ വിശ്വസിച്ചു, അത് ഒരിക്കലായി വിശ്വസിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അന്വേഷിച്ച് പോകരുത്. സുവിശേഷത്തിന്റെ സത്യം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവർക്ക് പിന്നെ സുവിശേഷം കേൾക്കുന്നത് ഇഷ്ടമല്ല, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് ലേഖനങ്ങൾ പഠിക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ താല്പര്യമില്ല. അതായത് കേട്ട ആ സത്യത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ ഈ ഭാഗ്യപദവി ഏറ്റെടുക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങണം. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അത് ഞങ്ങളുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാ. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഈ സമൂഹം നീങ്ങിയത് കൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ വല്ലാതെ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് യു മസ്റ്റ്. അത് ഇന്നത്തെ അവസ്ഥയാണ്. അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അന്നത്തെ അവസ്ഥ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം കൊണ്ട് മാത്രം ഈ പറയുന്ന പോലെ നിങ്ങൾ പൂർണ്ണരായി തീരുന്നില്ല. അതിന് ഞങ്ങൾ ചില കാര്യങ്ങളും കൂടെ ഈ എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചും വരികയാണ്. ഈ കൊലോസ്യരിലേക്ക് ഞങ്ങൾ വരികയാണ്. അവിടെ ഞങ്ങൾ നിങ്ങളുടെ അഭ്യുതകാംക്ഷികളാണെന്നുള്ള മട്ടിൽ ഞങ്ങൾ നിങ്ങളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നവരാണെന്നുള്ള വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് ചിലർ അകത്തു വന്നപ്പോൾ അവരെ തിരിച്ചറിയുന്ന, അതെ, ദൈവകൃപയുള്ള അപ്പോസ്തലന്മാർ ഇവർക്ക് ലേഖനം എഴുതുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ കേട്ട സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്ക് അതിനകത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, ഒരു ഉറച്ച നിലപാടുണ്ടായിരിക്കണം. സത്യത്തിൽ നിങ്ങൾ കേട്ട സത്യത്തിൽ, അല്ലെങ്കിൽ ഈ സത്യത്തിൽ വിശ്വാസം അർപ്പിച്ച് സ്ഥിരതയോടെ ഇതിൽ തുടരേണ്ടതാണ്. വിശ്വാസം അർപ്പിച്ചു, അത് കഴിയുമ്പോൾ നിങ്ങൾ മറ്റു പലതിലേക്ക് നീങ്ങരുത്. അതുകൊണ്ടാണ് ഈ സത്യവചനം മാറി മാറി കേൾക്കേണ്ട ആവശ്യം വരുന്നത്. ഇത് ഒരിക്കൽ കേട്ടു, ആ ഭാഗം കഴിഞ്ഞു, പിന്നെ ഒരു കാര്യം അതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ അറിയാവുന്ന മൊത്തം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് മറുപടി തന്നു, അപ്പോൾ ഞാൻ ഇത്ര ദിവസം ഇത് ഉപവസിച്ചു, അപ്പൊ കർത്താവ് പ്രവർത്തിച്ചു, അപ്പൊ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഞാൻ, അപ്പൊ ദൈവം എന്റെ പ്രതിസന്ധി മാറ്റി. പിന്നെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് ജോലി തന്നു. പിന്നെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് കുഞ്ഞിനെ തന്നു. പിന്നെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് വാതിൽ തന്നു. ഇതൊക്കെ തന്നെ രക്ഷിക്കപ്പെടാത്തവർക്ക് ദൈവം ചെയ്യുന്നില്ലേ? അവര് വാദം ഇതൊക്കെ തന്നെയല്ല പറയത്തുള്ളൂ. പിന്നെ എന്തോ നമുക്ക് വന്ന മാറ്റം? എന്തിനു വേണ്ടി റീകൺസിലേഷൻ തന്നത്? നിരപ്പ് പ്രാപിച്ച് ഒരു യോഗ്യതയില്ലാത്ത നമ്മളെ, ഈ 3 വാക്കുകൾക്ക് നമ്മൾ യോഗ്യരല്ല. വിശുദ്ധർ എന്ന വാക്ക്, നിഷ്കളങ്കർ എന്ന വാക്ക്, കുറ്റമില്ലാത്തവരെന്ന വാക്ക്, ഈ 3 നമ്മളുമായിട്ട് ചേരുന്ന പദവിയേ അല്ല. നമ്മുടെ സ്വഭാവമായിട്ട് ലേശം പോലും നീതി പുലർത്താത്ത 3 പദവി, 3 കാര്യമാണ് ഈ റീകൺസിലേഷനകത്ത് ഇരിക്കുന്നത്. അത് നമുക്ക് തന്നു, അത് നമുക്ക് അവകാശമായി തന്നു. വിശ്വാസം എവിടെയാ നിങ്ങൾക്ക് നീതീകരണം കിട്ടിയത്? നിങ്ങൾ എങ്ങനെയാണ് ഈ വിശുദ്ധരെന്ന പദവിയിലേക്ക് ഉയർന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഈ നിഷ്കളങ്ക മക്കളായത്? നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫോൾട്ടും ഇല്ലാതെ, വിത്തൗട്ട് എ സിംഗിൾ ഫോൾട്ട് എന്ന ദൈവം കാണുന്നത്? നിങ്ങൾ ഈ കുറ്റമില്ലാത്തവരായി. അത് കർത്താവിൽ വിശ്വാസം അർപ്പിച്ചോണ്ടാ കേട്ടോ. അന്ന് അത് തന്നെ അപ്പോസ്തലൻ പറഞ്ഞേ, അങ്ങനെ ആണെങ്കിൽ ആ വിശ്വാസം നിലനിൽക്ക്, അതിനകത്തൊരു സ്ഥിരത കാണിക്ക്, അതിനകത്തൊരു ഉറച്ച നിലപാടുണ്ടാകട്ടെ, ഒഴുകിപ്പോകാതെ, ഒരു വഴുവഴുപ്പൻ ജീവിതം നയിക്കാതെ ഉറച്ചു നിൽക്ക്.
ഇത് സ്പിരിച്വൽ ലൈഫ്, ഇത് ഇമോഷണൽ ലൈഫ് അല്ല, ഇത് ആത്മീക ജീവിതമോ, ഇത് വികാര ജീവിതമല്ല. നമ്മുടെ എല്ലാ വികാരങ്ങളെയും കൈകാര്യം ചെയ്യാൻ ഇതുപോലെ സ്പെഷ്യലിസ്റ്റായി കർത്താവിനെ പോലെ മറ്റാരില്ല. കാരണം തന്നത് കർത്താവാ. പക്ഷെ നാം വികാരധീനരായി ജീവിക്കാൻ തുടങ്ങിയാൽ, വികാരത്തിന് അധീനരായി പെരുമാറാൻ തുടങ്ങിയാൽ കർത്താവ് അവിടെ കൈവിടും നമ്മളെ. എന്നാൽ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ റൈറ്റ് ടൈമിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നാം സന്തോഷമായാലും സങ്കടമായാലും തകർച്ചയായാലും അപമാനമായാലും അഭിമാനമായാലും ഉയർച്ചയായാലും നമുക്കുണ്ടാകുന്ന ഏത് വികാരങ്ങളെയും ഫീലിങ്സിനെയും ദൈവസന്നിധിയിൽ അതിന്റെ യഥാർത്ഥമായി ദൈവത്തോട് പങ്കുവെക്കുമ്പോൾ കർത്താവ് അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യും. വിവേകം കൊണ്ട് നമ്മളെ നിറയ്ക്കും. നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ ജീവിതം മൊത്തം എവിടോട്ട് നീങ്ങുക? എല്ലാം ഞാൻ വേദനിപ്പിച്ചപ്പോ ഞാൻ ദിവസം കാരണം അബോധ്യമന് എല്ലാം മറ്റുള്ളവർ. പകൽ ഞങ്ങൾ അതാ ചിന്തിച്ചത് ലേഡീസ് മീറ്റിംഗ് പ്രധാനമായിട്ടും. അവര് നിന്ദിക്കുന്നു, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വേണം. അവര് നിന്ദിക്കുന്നു, അതുകൊണ്ട് ജോലി വേണം. അവര് ഞങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പെനീന ഹന്നായെ ഒത്തിരി കുത്തിയത് കൊണ്ടാ ശമൂവേലിനെ കൊടുത്തതെന്ന്? പെനീന എന്നോട് തുടങ്ങിയത് ഹന്നായെ കുത്തി നോവിക്കാൻ. കർത്താവ് ഏത് സമയത്താ കൊടുക്കത്തുള്ളൂ? എപ്പോഴാ കർത്താവ് കൊടുക്കുന്നേ? ഏലിയുടെ മക്കൾ, നിത്യനിയമമായി പൗരോഹിത്യം ലഭിച്ചവർ, ദൈവത്തോടുള്ള നിയമത്തെയും ദൈവത്തോടുള്ള വിശ്വസ്തതയും അതെ തെറ്റിച്ചുകൊണ്ട് തങ്ങളുടെ ശാരീരിക സുഖങ്ങൾക്കും സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി മ്ലേച്ഛത പ്രവർത്തിച്ച് ആ നിയമങ്ങൾക്ക് അന്യരായി ദൈവത്തിന് ഇനിയും വാക്കു മാറ്റാം, ദൈവത്തിന് തീരുമാനം മാറ്റാം എന്നൊരു സമയം വന്നപ്പോൾ ആര് എൻ്ററായി? ശമൂവേൽ ആലയത്തിൽ എൻ്ററായി. നമ്മുടെ അയൽവക്കക്കാർ നമ്മളെ നിന്ദിക്കുമ്പം അതിനനുസരിച്ച് പ്രവർത്തിക്കാനിരിക്കുവാണോ ദൈവം? നമ്മളെ ആരെങ്കിലും പുച്ഛിക്കുമ്പോ അതനുസരിച്ച് നമ്മളെ മാനിക്കാൻ അപ്പൊ ആ അത്ര അളവേ ഉള്ളോ ദൈവത്തിന്റെ മാനത്തിന്? അപ്പൊ ആരെയും പുച്ഛിക്കാത്ത ദൈവം മാനിക്കണ്ടേ? അല്ല, ആരും പുച്ഛിക്കപ്പെട്ട ആരും എന്നെ ആരും നിന്ദിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവന്റെ അഭിപ്രായങ്ങളും നിന്ദയും പുച്ഛവും പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണം അയ്യോ അത്ര അല്പനാണോ നമ്മുടെ ദൈവം? അത്ര അല്പമാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയുടെ അതിന്റെ വല്ലഭത്വവും മഹത്വവും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? ആരെങ്കിലും രണ്ട് കുത്തുവർത്താനം പറഞ്ഞു, ആരെങ്കിലും കുത്തുവർത്താനം പറഞ്ഞാൽ കരയണം. ദൈവം അത് തന്നെ ഞങ്ങൾ രാവിലെ ചിന്തിച്ചേ. കരയണം, ദൈവത്തോട് പറയണം, സങ്കടപ്പെടണം, നെടുവീർപ്പിടണം, അപേക്ഷിക്കണം, വയ്യെങ്കിൽ വയ്യെന്ന് പറയണം. അതെല്ലാം പറയണം. തന്റെ മക്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതനുസരിച്ച് ദൈവത്തെ പ്രവർത്തിപ്പിക്കാമെന്നുള്ള ചിന്തയാകരുത്. അപ്പൊ പിന്നെ ദൈവം ആരായി? നമ്മുടെ വികാരങ്ങൾ അനുസരിച്ച് ദൈവം ചലിച്ചോണം. ദൈവത്തിന് ഒരു പദ്ധതി ഭൂമി നടപ്പിലാക്കാൻ പിന്നെ ആരെ പിന്നെ ഉപയോഗിക്കാൻ പറ്റൂ? യേശുവിനെ സെക്രട്ടറി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നോ? അബ്രഹാമിനെ സാറിനെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നോ? ഹന്നെ അത്ര നാളും കാത്തിരിപ്പിക്കാൻ പറ്റുമായിരുന്നോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്തുവാ? ഇപ്പോഴും ഇമോഷണൽ ലെവലിൽ നിൽക്കുകയാണോ നമ്മള്? കൊണ്ടെല്ലാം സാധിക്കാമെന്നാണ് നമ്മുടെ വിചാരം. നാം കരയുന്നത് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനല്ല. നാം കരയുന്നത് നമ്മുടെ ഭാരങ്ങൾ ദൈവസ്ഥനിൽ പകർന്നിട്ട് അവന്റെ വാക്കുകളെ പ്രാപിച്ച് അവന്റെ ഹിതത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാനാ. കാരണം നാം കരഞ്ഞാൽ മാത്രമോ ഈ കരയുന്നില്ല, എത്ര കൂടുതൽ കരയുന്നോ അത്രയും കൊടുക്കും. കർത്താവിന്റെ സാഡിസ്റ്റാ. ഇച്ചൂടെ കരയട്ടെ, റീന ഇച്ചൂടെ കരയട്ടെ, കരഞ്ഞത് പോരാ, റീനെ കുറച്ചുകൂടെ തലതല്ലി കരയട്ടെ, ഇങ്ങനെ പറയുന്നതല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് ടൈമില്ലേ? പിന്നെന്തിനാ നമ്മൾ പറഞ്ഞത് അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും? ചുമ്മാ പൊട്ടത്തരം പറയുമല്ലേ അപ്പൊ നമ്മള്? അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്ന്. നമ്മളെല്ലാം കരഞ്ഞ് കാലി പിടിച്ച് നടന്നില്ല, പിണങ്ങി ഇമോഷണലി നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിച്ചിട്ട് പിന്നെ നമുക്ക് പറയാൻ യോഗ്യതയുണ്ട് അവൻ തക്ക സമയത്ത്? എന്താണ്? വാട്ട് ഈസ് ദ ഡ്യൂ ടൈം ഓഫ് ഗോഡ്? അപ്പം യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം ഇന്ന് രാത്രി മനസ്സിലാക്കാൻ നിങ്ങൾ രാവിലെ ചിന്തിച്ച ഭാഗങ്ങള് ഒന്നുകൂടി ഇവിടുന്ന് ആവർത്തിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്പിരിച്വലി വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള അളവുകോലുകളാണ് ഇതൊക്കെ. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? അതോ ആ തുടങ്ങിയിടത്ത് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നിൽക്കുവാണോ? എന്ത് നമ്മളെ ആരും വിധിക്കണ്ട, നമുക്ക് നമ്മെ തന്നെ വിധിക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ചേരാത്ത പദവികൾ തന്നു,
എന്താണത്? വിശുദ്ധർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ. എന്നിട്ട് പറയാണ്, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ. നിങ്ങളുടെ സ്വഭാവം നോക്കിയിട്ടല്ല കേട്ടോ, നിങ്ങളുടെ വിശ്വാസ നീതിയായി കണക്കിട്ടു. അബ്രഹാമിന് ഇസ്ഹാക്കിനെ കൊടുത്ത ആരോഗ്യം നോക്കിയിട്ടല്ല കേട്ടോ. സാറാ ഗർഭിണിയായത് ആരോഗ്യം കൊണ്ടല്ല. സാറാ വിളിയൂട്ടിയത് ആരോഗ്യം കൊണ്ടല്ല. അബ്രഹാം സാറ ഇസ്ഹാക്കിന്റെ മാതാപിതാക്കളത് ആരോഗ്യം കൊണ്ടല്ല, പ്രായം കൊണ്ടല്ല. പിന്നെയോ നിർജീവത്വത്തെ ജീവനാക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി നിഴലിട്ടപ്പോൾ അതെ, സംഭവിക്കാത്തത് സംഭവിക്കുന്നു, നടക്കാത്തത് നടക്കുന്നു, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു, ദൈവം തന്റെ നീതി നിവർത്തിക്കുന്നു. വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടു. അവരുടെ പ്രായത്തിന് ചേരുന്നതല്ല ഇസ്ഹാക്ക്, അവരുടെ ആരോഗ്യത്തിന് ചേരുന്നതല്ല. ഞാൻ എന്തിനാ ഇത് പറയുന്നേ? നമ്മുടെ സ്വഭാവത്തിന് ചേരുന്നതല്ല നമ്മുടെ രക്ഷ. അതുകൊണ്ട് പല്ല് പറഞ്ഞ അവനോ പിന്നെ ഇപ്പൊ അവൻ പറയുന്ന അവനങ്ങ് ദൈവ പൈതലാണെന്ന്. നീതീകരണത്തിന്റെ പദവി ഉയർത്തിപ്പിടിക്കുന്നവരെ പരിഹസിക്കണ്ട. ഇപ്പൊ അവൻ പറഞ്ഞ കർത്താവിനെ ഇതുവരെയുള്ള എല്ലാ പാപം ക്ഷമിച്ചു, നീതീകരിച്ചെന്നാ പറയുന്നേ. നമുക്കറിയല്ലോ, ആൾക്കാർ നമ്മുടെ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തിലേക്ക് നോക്കുന്നു. എന്നാൽ ആ വിശ്വാസത്തിലേക്ക് നോക്കി നീതീകരിക്കുന്ന അതേ ദൈവം തന്നെ അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധയോടെ നമ്മുടെ സ്വഭാവത്തിലേക്ക് നോക്കുന്നു. Is there any change? Is there any transformation? അതോ വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്, കുറ്റമില്ലാത്തവൻ, വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്, കുറ്റമില്ലാത്തവനാണ്, ആ പദവിയെ പിടിച്ചിട്ട് സ്വഭാവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ രണ്ട് ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു ആത്മീയരെന്ന് പേര് പറഞ്ഞ സമൂഹം ഇന്ന് വല്ലാതെ ക്രിസ്തുവിന്റെ നാമത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വലിയൊരു ചലഞ്ചാണ് നമ്മൾക്ക് ലഭിച്ച നിരപ്പിന്റെ പദവിയോട് വിശ്വസ്ത പുലർത്തുന്ന ഒരു സ്വഭാവം കാണിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പലരും നമ്മളെ കളിയാക്കുന്നത്. നിങ്ങൾ പറയുന്ന പ്രവൃത്തി ഒന്നും വേണ്ട, വിശ്വാസം മതി, വിശ്വാസം മതി. പക്ഷെ നമ്മളങ്ങനെ പറയാറില്ല. നമ്മൾ വിശ്വാസം മതി എന്ന് പറഞ്ഞ എന്തിനാ? രക്ഷയ്ക്കാ. പക്ഷെ നമ്മൾ ഒരിക്കലും പറയുന്നില്ല വിശ്വാസം, വേദോസം അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല, വേദോസം പഠിപ്പിക്കുന്ന പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജ്ജീവമാണെന്നാ. അപ്പോൾ ദൈവസന്നിധിയില് നമുക്ക് ലഭിച്ച ഈ പദവികളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ തൊഴിലുള്ള ഉത്തരവാദിത്വത്തെയും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് രാത്രി ദൈവം സംസാരിക്കുന്നത്. റീകൺസൈൽഡ് ആണ് എന്ന് ബോധ്യമുള്ള, നിരപ്പ് പ്രാപിച്ചു, നീതീകരിക്കപ്പെട്ടു, വിശുദ്ധ പദവിയെ, കളങ്കമിൽ നിഷ്കളങ്കമായ പദവിയെ, കുറ്റമില്ലാത്ത ആ ദൈവത്തിൽ നിൽക്കുവാനുള്ള ആ പദവിയെ ലഭിച്ച എന്റെ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ചെയ്തെടുക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ വിധേയപ്പെട്ട് കൊടുക്കേണ്ട, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട മേഖലകൾ ഉണ്ട് എന്നുള്ള റെസ്പോൺസിബിലിറ്റി ദൈവമക്കൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അവിടെ നമുക്ക് ഒരു കുറുക്ക് വഴിയുമില്ല. യു മസ്റ്റ്. അവിടെ അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യു മസ്റ്റ്. യു ഹാവ് നോ അതർ ഓപ്ഷൻ. ഓപ്ഷൻ നമ്പർ 1, ഓപ്ഷൻ നമ്പർ 2, 3. എന്നാ ശരി, ഇതിട്ടൊക്കെ അല്ല, വേറൊരു. യു മസ്റ്റ്. Strict warning and a strict commandment to the church. ഇപ്രകാരം നിരപ്പ് പ്രാപിച്ച, സുവിശേഷത്തിൽ വിശ്വാസമർപ്പിച്ച നിങ്ങളുടെ ജീവിതത്തിൽ യു മസ്റ്റ് കണ്ടിന്യൂ ടു ബിലീവ് ദിസ് ട്രൂത്ത്. ഏത് ട്രൂത്ത്? ദൈവം നിങ്ങളെ തന്റെ പുത്രൻ മുഖാന്തരം നീതീകരിച്ച് നിരപ്പ് തന്ന് തന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ള ഈ വ്യക്തമായ സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. എന്താ പറയാൻ ഇവിടെ കാര്യം ചോദിച്ചാൽ, ഇവിടെ അങ്ങനെ ഉറച്ചു നിന്നില്ല എങ്കിൽ പലരും അകത്തേക്ക് കടക്കുന്നു. നിങ്ങൾ അങ്ങനെ പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾ അങ്ങനെ പറയുന്ന പോലെ കുറ്റമില്ലാത്തവരായിട്ടില്ല, അങ്ങനെ ക്രിസ്തു മുഖാന്തരം മാത്രം നടക്കത്തില്ല, അതിന് ദൈവസഭ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള വളരെ ജ്ഞാനവാദവും യഹൂദ പാരമ്പര്യത്തിന്റെ ആചാരമര്യാദകളും ഒക്കെ കൂടെ, പിന്നെ സെൽഫ് ഡിസിപ്ലിൻ, അതല്ല ഈ അദ്ദേഹത്തിന് നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ എന്ന ഒരു നല്ലൊരു പുതിയ പാക്കറ്റിൽ, നല്ല തിളങ്ങുന്ന പാക്കറ്റിൽ, അതിനകത്ത് മുള്ളു പൊതിഞ്ഞു കൊടുക്കുന്നെന്ന് പറയുന്ന പോലെ ഒരു തിളങ്ങുന്ന പാക്കറ്റിൽ സഭയെ മലിനപ്പെടുത്തുന്ന ഒരു ഉപദേശം കൂടെ അങ്ങോട്ട് അവതരിപ്പിച്ചു. അതിനെ ചെറുത്തു നിൽക്കുവാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ സത്യത്തിൽ വിശ്വാസം അർപ്പിച്ചവരാണെങ്കിൽ സ്ഥിരതയോടെ അതിൽ തുടരേണ്ടതാണ്.
Don't drift away from the assurance you received when you heard the good news. സുവിശേഷം കേട്ടപ്പോൾ നിങ്ങളുടെ അകത്തുണ്ടായ ഒരു ഉറപ്പ്, നിശ്ചയമുണ്ടല്ലോ, ആ പ്രത്യാശ നിറഞ്ഞ ഒരു സ്ഥിരതയോടുകൂടിയ ഉള്ളിലങ്ങ് അടി ഉറച്ചൊരു പ്രത്യാശയുണ്ടല്ലോ, അതിൽ നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല. ഇവിടെ സുവിശേഷം കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ വിശ്വാസത്തിൽ നിൽക്കുക എന്നുള്ളതോ ആ പ്രത്യാശ ഉറപ്പിക്കുക എന്നുള്ള ഒരു മെസ്സേജുകൾ പിന്നെ സഭകളിൽ കേൾക്കാൻ പോലും കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് പിന്നെ നിന്നെ വാലല്ല തലയാക്കുന്നുള്ള മെസ്സേജുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ശത്രു നിന്റെ വാതിലുകൾ തടുക്കുന്നു, ശത്രു നിനക്ക് എതിരാളിയാകുന്നു, ശത്രു നിന്നെ അങ്ങനെ അങ്ങനെയുള്ള മെസ്സേജ് വരുമ്പോ എവിടെയാ പിന്നെ ഈ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്? അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അങ്ങ് ഒഴുകി പോകാൻ 2 കാര്യം എടുത്തു പറയുന്നു. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിലേക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നമുക്ക് അത് പഠിക്കും, നമുക്ക് അതും ചിന്തിക്കാം. 1, നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് സ്ഥിരതയോടെ ഇതിൽ തുടരണം. 2, നിങ്ങൾക്ക് ഓൾറെഡി ദൈവാകത്തൊരു അഷ്വറൻസ് തന്നു, നിങ്ങൾക്കൊരു വളരെ ഉറപ്പ് തന്നു, ലഭിക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പ്. അതാണ് പ്രത്യാശ എന്ന് പറഞ്ഞത്. അതിൽ നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കുക. ആകാശത്തെ കീഴിലുള്ള സകല സൃഷ്ടികളോടും പ്രസംഗിക്കപ്പെട്ടിരിക്കുന്ന ഈ സുവിശേഷ ശുശ്രൂഷകനായ പൗലോസ് എന്ന എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എന്നെ ദൈവം അതിവിടെ നമ്മളെ പറയുന്നു, അടിസ്ഥാനപ്പെട്ട സ്ഥിരതയുള്ളവരുമായി നിലനിൽക്കുക എന്ന് പറഞ്ഞിട്ട് പറയാം. അങ്ങനെ അവന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവാണ് എന്റെ ജഡത്തിൽ സഭയായ എന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കും. 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 1, റിസൾട്ട് ഓഫ് ദ റിക്കൺസലേഷനും. 2, റെസ്പോൺസിബിലിറ്റി ഓഫ് ദ റിക്കൺസൈൽഡ് വൺ, നിരപ്പാക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വം. ഈ 3 പ്രത്യേക നമ്മൾ ആ പദങ്ങൾ ഉപയോഗിച്ചത്, ആ പദവികൾ ഉപയോഗിച്ചത് ഞാൻ ചോദിച്ചാൽ, നമ്മളുടെ സ്വഭാവത്തിന് ചേരാത്ത 3 കാര്യങ്ങൾ എടുത്തു പറയുന്നു. എന്നിട്ട് കർത്താവ് നമ്മളെ തന്റെ സ്വഭാവത്തിലേക്ക് നയിക്കുന്നു, അതിന് പങ്കാളിയാവാൻ ആഹ്വാനം ചെയ്യും. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ഈ ഭാഗം പറയാൻ കൊലോസ്യ വിശ്വാസം പറയാനുള്ള കാര്യം, അവരുടെ ഇടയിലേക്ക് ഒരു ടീച്ചിങ് വരികയാണ്. നിങ്ങൾ ഇപ്രകാരം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്, നിങ്ങൾ രക്ഷ പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിച്ചു, ഇനി നിങ്ങൾക്ക് മറ്റൊന്നും ആവശ്യമില്ല എന്നുള്ള ചിന്തയല്ല. വേറെ ചിലതും കൂടെ ഒക്കെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കണം എന്നുള്ള വിപരീതമായ ഉപദേശം വന്നപ്പോൾ അവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. 23-ാം വാക്യം അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, എന്നെ അതിനായി ദൈവം നിയോഗിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഈ സുവിശേഷം, ഈ സകല സൃഷ്ടികളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി പൗലോസ് എന്നെ അപ്പോസ്തലൻ പറയാണ്, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, എനിക്കുള്ള നിയോഗം ഉണ്ടല്ലോ, ഈ സുവിശേഷം അറിയുന്ന വെച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആൾക്കാരെ പോലെ ഈ ജ്ഞാനവാദം പറയാനും, നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ആൾക്കാരെ പോലെ സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കാനും, നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആൾക്കാരെ പോലെ യഹൂദ മര്യാദയുടെ ആചാരങ്ങൾ പഠിപ്പിക്കാനൊന്നും നിയോഗമൊന്നും എനിക്കില്ല. എന്റെ നിയോഗം എനിക്ക് വ്യക്തമായിട്ടറിയാം, അത് ഈ പൂർണ്ണ സുവിശേഷം അറിയിക്കാനാണ്. കാരണം എനിക്കറിയാം അതിനകത്ത് സകലതും ഉണ്ട്. ഇനി അതിനകത്തോട്ട് സെൽഫ് ഡിസിപ്ലിൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ വേണ്ടെന്നോ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടുക്കുചിട്ട വേണ്ടെന്നോ, കൃത്യനിഷ്ഠ വേണ്ടെന്നോ ഒന്നുമല്ല. പക്ഷെ അതിലൂടെ നിങ്ങൾ ആത്മാവിൽ പരിപൂർണരാകാൻ ശ്രമിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു. നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളുടെ വീട്ടിലെ ഓർഡറും നിങ്ങളുടെ വീട്ടിലെ എല്ലാ ചിട്ടയും ഒക്കെ ഗുണം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിന്. പക്ഷെ അതൊന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് കേട്ട് അതിലോട്ട് ഒഴുകിപ്പോകലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പ്രത്യാശകൾ. അപ്പൊ അപ്പോസ്തലൻ പറയാണ്, വേണ്ട, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എനിക്ക് എന്റെ മിനിസ്ട്രിയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എന്താ പറയുക, ഈ സുവിശേഷം ഉണ്ടല്ലോ, ലോകം മൊത്തം ഈ സുവിശേഷം പ്രസംഗിക്കും. ഏത് സുവിശേഷം? ഈ ഗുഡ് ന്യൂസ് ഏതാ? ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിന്റെ പരിപൂർണതയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ, ആൻഡ് ഐ പോൾ ഹാവ് ബീൻ അപ്പോയിന്റഡ് ആസ് ഗോഡ്സ് സെർവന്റ് ടു പ്രൊക്ലെയിം ഇറ്റ്. അപ്പോസ്തലൻ പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ജ്ഞാനവാദമായിട്ട് ഒരിക്കലും വന്നിട്ട് വരുത്തുമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അത് ഈ ആകാശത്തിലേക്കുള്ള സകല സൃഷ്ടിയോടും, അതിന്റെ അർത്ഥം മനസ്സിലായോ? യഹൂദനോടും യവനനോടും ഏത് ജാതിയോടും ഒരു മുഖപക്ഷവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ദൈവസ്ഥനിൽ നീതീകരണം പ്രാപിപ്പാൻ ഉള്ള ഏക മാർഗം ഈ സത്യസുവിശേഷം പ്രസംഗിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നെ അതിനായിട്ടാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. അത് പറഞ്ഞിട്ടാണ് അപ്പോസ്തലൻ അടുത്ത കാര്യത്തിൽ പറയുന്നത്. 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കും. നമുക്ക് മനസ്സിലാവുമോ? അത് വായിച്ചാൽ മനസ്സിലാവും, എനിക്കറിയില്ല.
I'm glad when I suffer for you in my body. For I am participating in the sufferings of Christ that continue for his body, the church. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ സന്തോഷിക്കുന്നു. എന്തില്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന കഷ്ടാനുഭവങ്ങൾ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ ഗലാത്യ ലേഖനം അതൊന്ന് പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്, ഈ സർക്കസിഷൻ പരിച്ഛേദന വേണ്ട എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാം ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ഏൽക്കുന്ന മുറിവുകൾ എന്റെ ശരീരത്തിൽ ഉണ്ട്, കഷ്ടം എന്റെ ശരീരത്തിലുണ്ട്. എനിക്ക് ഈ മുറിവ് ഏൽക്കണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം വന്ന ആൾക്കാരെ പോലെ ആയാൽ ജ്ഞാനവാദവും സെൽഫ് ഡിസിപ്ലിനും യഹൂദ മര്യാദ പ്രകാരവും കൂടെ അതുകൂടെ ചേർന്നാണ് സുവിശേഷം, എന്നിട്ട് ക്രിസ്തുവും കൂടെ ആണെന്ന് പറയുവാണെങ്കിൽ എനിക്ക് എന്ത് സഹിക്കണ്ട? ക്രിസ്തുവിനെ നിമിത്തമുള്ള കഷ്ടാനുഭവങ്ങൾ സ്വന്തം ജനത്തിൽ നിന്നും സഹിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ല. അഗ്രചർമ്മമല്ല കാര്യം, പരിച്ഛേദനയല്ല കാര്യം, ക്രിസ്തുവിൽ ഒരുവൻ പുതിയ സൃഷ്ടിയാകുന്നതാണ് കാര്യം, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് കാര്യം എന്ന് പറയുമ്പോൾ യഹൂദന്മാർ ഇടറും, പ്രതിസന്ധികൾ വലതും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാന്ന് ചോദിച്ചാൽ, എന്നെ ദൈവം ഈ സുവിശേഷം അറിയിക്കുവാൻ, and I Paul have been appointed as God's servant to proclaim this good news. ഇപ്പം നിങ്ങളോട് ഞാൻ ഈ പറയുന്ന കാര്യം ലോകത്ത് മുഴുവൻ അറിയിക്കാൻ ദൈവം എന്നെ നിയമിച്ചിരിക്കുക. എന്നിട്ട് അടുത്ത വാക്ക്, നമ്മൾ ഈ നിയമനം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരും, എന്നാ പിന്നെ എനിക്ക് ദിവസം തോറും പ്രൊമോഷനാ, പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് ആ സ്റ്റേജ് കിട്ടി, ഇവിടെ ചെന്നപ്പോ എനിക്ക് ഈ സ്റ്റേജ് കിട്ടി, പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോ കുറെ രോഗികൾ സൗഖ്യമായി. ഇതൊക്കെ പറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. He was well aware of his appointment. തന്റെ നിയോഗത്തെ കുറിച്ച്, നിയമനത്തെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള മനുഷ്യൻ അടുത്ത പറയുന്നത് കേൾക്കണോ? അടുത്ത പറയുന്ന പദവിയെ കുറിച്ചല്ല, അടുത്തത് പറയുന്നത് പ്രൊമോഷനെ കുറിച്ചല്ല, അടുത്തത് പറയുന്ന നേട്ടത്തെ കുറിച്ചല്ല, അടുത്തത് പറയുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ്. I am glad when I suffer for you in my body. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സത്യ സുവിശേഷം അറിയിക്കുമ്പോൾ കൊലോസ്യരുമായിട്ട് ഇതുവരെ അപ്പോസ്തലൻ പൗലോസ് നേരിട്ട് കണ്ടിട്ടില്ല. ഇവരെ ലവോദിക്കയിലുള്ളവരെ കൊലോസ്യയിലുള്ളവരെയും കണ്ടിട്ടില്ല. എന്നിട്ട് അത് പറയാൻ കാര്യം എന്താ? അപ്പോസ്തലന് ഒരു കാര്യം അറിയാം, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷം, അല്ലെങ്കിൽ എപ്പഫ്രോസ് നിങ്ങളോട് അറിയിച്ച സുവിശേഷം, നിങ്ങൾ ആ സുവിശേഷം നിലനിൽക്കുമ്പോൾ, വീണ്ടും ഈ ദുരുപദേശങ്ങൾക്കെതിരെ ഞാൻ നിങ്ങൾക്ക് കത്തെഴുതുമ്പോൾ, ഞാൻ വീണ്ടും ആ ഗുഡ് ന്യൂസിന്റെ മിനിസ്ട്രിയിൽ തന്നെ സത്യ സുവിശേഷത്തിനെ ഞാൻ തുടരുമ്പോൾ, എനിക്ക് കഷ്ടാനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടം സഹിക്കുമ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്ന് ചോദിച്ചാൽ, എനിക്കൊരു വ്യക്തമായ ദൈവികമായ ഉദ്ദേശം അറിയാം. കാരണം ക്രിസ്തുവിന്റെ ശരീരത്തിൽ, ക്രിസ്തു തന്റെ സ്വന്തം ശരീരത്തിൽ, യാഗമാക്കിയ ശരീരത്തിൽ താൻ അനുഭവിച്ച കഷ്ടവും തന്റെ ശരീരമാകുന്ന സഭ അനുഭവിക്കേണ്ട കഷ്ടം കൂടെ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അപ്പോസ്തലന് അറിയാം. ഇതറിയാവുന്നവരായിരുന്നു ആദിമ സഭയിലെ ആദിമകാലത്തെ വിശ്വാസികൾ. പക്ഷെ ഇന്നത്തെ സഭയിലോ? ഇന്നത്തെ സഭയ്ക്ക് അറിയാവുന്നത്, അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും അറിയുന്നത്, ക്രിസ്തു തന്റെ ശരീരത്തിൽ അനുഭവിച്ച കഷ്ടം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഇന്നത്തെ സഭയ്ക്ക് ആ കഷ്ടങ്ങൾ പൂരിപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉള്ളതായി പഠിപ്പിക്കുന്നില്ല. എല്ലായിടത്തും അല്ല, മെജോറിറ്റി ഇടങ്ങളിൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു കഷ്ടം സഭയ്ക്കുണ്ടായാൽ, അപൂർവമായ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് അതിശയിച്ചു പോകുന്നു. അപ്പോസ്തലൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്നു. എന്തായാലും അങ്ങനെ കാരണം വന്നേ? നിങ്ങളോട് ഞാൻ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഞാനത് കൊലോസ്യരോടും അത് തന്നെ പറയും. ഞാൻ ഗലാത്യദേശത്ത് ചെന്നപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞു. അവിടെ ഒത്തിരി ഉപദ്രവങ്ങൾ ഉണ്ടായി. ഏത് സിനഗോഗിന്നാണ് ഇവർ ആരംഭിക്കുന്നത്, ഏത് യഹൂദ പള്ളിയിലും പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇത് തന്നെ പറയും. പരിച്ഛേദനയല്ല, മനുഷ്യ ക്രിസ്തു യേശുവാണ് ക്രിസ്തു എന്ന് ഞാൻ പറയും. ഈ സുവിശേഷം ഞാൻ വെളിപ്പെടുത്തുമ്പോൾ എനിക്കൊരു കാര്യം അറിയാൻ, ഞാൻ കഷ്ടം സഹിച്ചേ പറ്റും. പക്ഷെ ഈ കഷ്ടാനുഭവങ്ങളിൽ എന്റെ മനോഭാവം നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ ശരീരത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്റെ മനസ്സിനകത്തൊരു തണുപ്പുണ്ട്. ആ തണുപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നറിയാമോ? എനിക്ക് ഐ എം ഗ്ലാഡ്
ഞാൻ സന്തോഷിക്കുന്നതിന്റെ കാരണം ചോദിച്ചാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. അങ്ങനെ വായിക്കും നമ്മൾ ഓർക്കും ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് കുറഞ്ഞു പോയെന്ന്. അങ്ങനെയല്ല, കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഞാൻ ആ ഭാഗം പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ ആം ഗ്ലാഡ് when I suffered for you in my body. അതെന്താ? ഗുഡ് ന്യൂസ് പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് പറഞ്ഞു, അപ്പോയിന്റഡ് ഗോഡ് സെർവന്റ് പറഞ്ഞിട്ട് ഉടൻ തന്നെ പറയുകയാണ് അത് നിമിത്തമാണ് എന്റെ ശരീരത്തിൽ ക്ലേശം ഉണ്ടാകുന്നത്. ബട്ട് ഐ ആം ഗ്ലാഡ്. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സുവിശേഷത്തിൽ രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടനിമിത്തം ഞാൻ ദുഃഖിതനല്ല. എന്തുകൊണ്ട് ഞാൻ ദുഃഖിതനല്ല എന്ന കാരണമാണ് പറയുന്നത്. ബിക്കോസ് കാരണം പറയാം, ഫോർ I am participating in the sufferings of Christ. ഞാൻ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുന്നു. എന്നിട്ട് പറയാണ് that continue for his body the church. അതായത് സഭയിലൂടെ തുടരുന്ന ക്രിസ്തുവിന്റെ അക്ഷരാർത്ഥത്തിൽ അവന്റെ ശരീരത്തിൽ കഷ്ടം സഹിച്ചവൻ അതിനെ നിവർത്തിയാക്കി അത് കഴിഞ്ഞ് അവന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, ആ സഭയ്ക്കും എന്ത് തുടരുന്നുണ്ട്? കഷ്ടങ്ങളുണ്ട്. എന്തിനാ സഭയ്ക്ക് കഷ്ടം? രക്ഷ നേടാനാണോ പ്രതിഫലം നേടാനാണോ? ക്രിസ്തുവിന്റെ കഷ്ടം നമ്മുടെ രക്ഷയ്ക്ക്, സഭയുടെ കഷ്ടം രക്ഷിക്കപ്പെട്ടവരുടെ പ്രതിഫലത്തിന്. അവിടെ എന്ത് സംഭവിക്കാം? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പങ്കാളിയാകുവാനുള്ള ഏക മാർഗം കഷ്ടങ്ങളിലൂടെയാണ്. സഭയ്ക്ക് ദൈവം അനുവദിക്കുന്ന ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ട അനുഭവങ്ങൾ, അവന്റെ നാമനിമിത്തം, അവന്റെ മകൻ വിശ്വാസി ശിഷ്യനെന്ന നിമിത്തം ഒരു വ്യക്തി സഭ ഓരോ അവയവങ്ങളും അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, അപ്പോസ്തലൻ പറയാണ് ഞാനതിൽ സന്തോഷിക്കാൻ കാരണം ഞാനൊരു സാഡിസ്റ്റ് ആയതുകൊണ്ടല്ല, എന്റെ ശരീരത്തിൽ വേദന ഇല്ലാഞ്ഞിട്ടല്ല, നുറുക്കമില്ലാഞ്ഞിട്ടല്ല, മനസ്സിനൊന്നും ഏക്കാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് അതിന്റെ പരമോന്നതമായ ഉദ്ദേശം അറിയാം. അത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാകുന്ന അനന്തരഫലം അപ്പോസ്തലൻ നല്ലതായിട്ട് അറിയാം. എന്താ അങ്ങനെ പറയാൻ കഴിയും? കൂടെ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. വാഴ്ചയുടെ മഹത്വം മുഴുവനും ഇരിക്കുന്നത് ദൈവരാജ്യത്തിലുള്ള പദവികൾ, ദൈവരാജ്യത്തിലുള്ള അനുഗ്രഹങ്ങൾ, അവന്റെ നാമത്തിന് വേണ്ടി ഇന്ന് സഹിക്കുന്ന ഓരോ കഷ്ടങ്ങളും അവന്റെ വാഴ്ചയോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോസ്തലൻ നല്ല ബോധ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഐ എം ഗ്ലാഡ് വെൻ ഐ സഫർ ഫോർ യു. എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഫർ ചെയ്യുന്നത്? നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അടിയേക്കും? അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ കളങ്കമില്ലാത്ത, മായമില്ലാത്ത, ആരെല്ലാം തലകുത്തി മറിഞ്ഞാലും ഒരു ജ്ഞാനവാദികളുടെയും വശീകരണ വാക്കുകൾക്ക് വഴങ്ങാത്ത, ആരെല്ലാം എന്തെല്ലാം സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിച്ചാലും അത് രക്ഷയോട് കണക്ട് ചെയ്താൽ ഞാൻ സമ്മതിക്കത്തില്ല. ആരെല്ലാം എന്തെല്ലാം യഹൂദ മര്യാദ ആചാരങ്ങൾ പറഞ്ഞാലും അത് വലിയ പുള്ളി ആയിക്കോട്ടെ, അതിന് പത്രോസ് ആണെങ്കിലും ശരി, അതിന് ഞാൻ എതിർക്ക് നിൽക്കും. ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ സുവിശേഷം അത് കഴിപ്പിക്കത്തില്ല. ഈ സുവിശേഷം അത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതിനകത്തൊന്നും ചേർത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അഗ്രചർമ്മോ പരിച്ഛേദനയോ യഹൂദനോ യവനനോ കൊലോസ്യനോ ഫിലിപ്പിനോ, ആകാശത്തിന്റെ കീഴിൽ ദൈവനെ നിയമിച്ചിരിക്കുന്ന ഈ നിയമനം, അത് ഈ സത്യ സുവിശേഷം പറയാനാണ്. അതിന്റെ പേരിൽ എന്റെ ശരീരത്തിൽ ക്ലേശങ്ങളുണ്ട്. അത് ഞാൻ സന്തോഷത്തോടെ സഹിക്കാനുള്ള കാര്യം. എനിക്കൊരു കാര്യം അറിയാം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അവന്റെ കഷ്ടങ്ങളെ പൂരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം അവന്റെ സഭ അങ്ങനെയാണ് അവന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകുന്നത്. I'm participating in the sufferings of Christ. ഇത് അപ്പോസ്തലൻ പറയുമ്പോൾ ഒരു വാക്യം ഞാൻ വായിക്കാതെ, ഞങ്ങൾ ഇന്ന് ലേഡീസ് മീറ്റിംഗ് രാവിലെ വായിച്ചതാണ്. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പോസ്തലൻ പ്രവൃത്തി 9-ാം അധ്യായത്തില് അപ്പോസ്തലന് അനന്യാസിനോട് കർത്താവ് പറയുകയാണ്, നീ ശൗലിന്റെ അടുത്ത് ചെല്ലണം എന്ന് പറയുമ്പോൾ കർത്താവ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ പറയുന്നുള്ള കർത്താവ് ഉദ്ദേശിച്ചിട്ടേ ഇല്ലേ കഷ്ടങ്ങൾ സഹിക്കണമെന്ന് എന്ന് നമുക്കൊരു ഉറപ്പ് വരണ്ടേ? അതിനുവേണ്ടി ഞാൻ പറയുന്നത് 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
15, 16 വാക്യങ്ങൾ. അപ്പൊ 9 അധ്യായം 15, 16 വാക്യങ്ങളാണ്. But the Lord said, "Go, for Saul is my chosen instrument to take my message to the Gentiles and to kings, as well as to the people of Israel, and I will show him." പൗലോസിനെ അന്യാസോട് പറയുക, നീ പോണം, നീ അവന്റെ അടുത്ത് ചെല്ലണം, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുക. 16 വാക്യമാണ് ഞാൻ ഇപ്പൊ വായിക്കുന്നത്. ആൻഡ് ഐ വിൽ ഷോ ഹിം, ഞാൻ അവനെ കാണിച്ചു കൊടുക്കും, ഹൗ മച്ച് ഹി മസ്റ്റ് സഫർ ഫോർ മൈ നെയിം സേക്ക്. മലയാളത്തിൽ എങ്ങനെ? എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അതിനാണ്. എന്റെ ഇതാര് പറഞ്ഞ? കർത്താവ് അനന്യാസിനോട് പറഞ്ഞ, പൗലോസിനെ കുറിച്ച്. ഇത് അനന്യാസ് ആരോട് പറഞ്ഞിട്ടുണ്ട്? പൗലോസിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് പ്രവാചകൻ കയ്യാഴ്ച പറഞ്ഞ പോലെ, ഈ റൂമാൽ ഉടമസ്ഥനെ ഇതുപോലെ യെരുശലേമിൽ ബന്ധിക്കുന്നു പറഞ്ഞപ്പോ, ബന്ധിക്കുവോ എന്നെ എത്ര ദിവസം ഇരിക്കണം? 21 ഇരിക്കണോ, 30 ഇരിക്കണോ, 10 ഇരിക്കണോ എന്നൊന്നും വേറെ പേടിച്ചു വാങ്ങി. ബന്ധിക്കും, എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്നോട്ട് പക്ഷേ എന്റെ ദൈവം അനുവദിക്കണം. എന്റെ കർത്താവിന്റെ സമയം വരെ എനിക്ക് മിനിസ്ട്രി ഉണ്ട്. അല്ല ആർക്കേലും കയറി വന്ന് ബന്ധിക്കാവുന്നോ? ആർക്കേലും കയറി എന്തെങ്കിലും ചെയ്യാവുന്നല്ല അതിന്റെ അർത്ഥം. നിയമനം നടക്കണം, പോസ്റ്റ് ചെയ്തേക്കാം, അപ്പോയിന്റ് ചെയ്തേക്കുക. ഉദ്യോഗം, എന്നെ ഉദ്യോഗം, അങ്ങനെ നമ്മുടെ വേഴ്സിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന് എനിക്ക് ഉദ്യോഗം തന്നിരിക്കുന്നത്. എന്താ വരുന്നത്? എത്രാമത്തെ വാക്യം അത്? അതിന്റെ 25-ാമത്തെ വാക്യം അല്ലേ? ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവ വചന ഘോഷണം നിവർത്തിക്കാൻ ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കും. അപ്പൊ ദൈവം നമ്മളെ ഒരു നിയമനം ഏൽപ്പിച്ച അതിന്റെ അർത്ഥം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാവുന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ ഒരു കാര്യം കർത്താവ് പറഞ്ഞു അനന്യാസിനോട്, അന്യാസെ ഞാനൊരു കാര്യം പറയാം, നീ അവനെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. അന്യാസ് പറഞ്ഞു, കർത്താവ് നീ എന്താ പറഞ്ഞു? ഞാൻ ശൗലിന്റെ അടുത്ത് പോകാനോ? ശൗൽ എല്ലാരെയും വലിച്ച്, സ്ത്രീകളെയും പിള്ളേരെയും പുരുഷന്മാരെയും എല്ലാം ഓടിക്കൂടെ വലിച്ചഴിച്ച് ജയിലിലിട്ട്, അതും പോരാഞ്ഞിട്ട് ദമസ്കോസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള വിശ്വാസികളെ കൂടെ ജയിലടച്ച് അധികാരപത്രമായിട്ട് വന്നിരിക്കുക. അനന്യാസ് കർത്താവ് നീ ഞാൻ പറയുന്നോട്ട് കേട്ടാ മതി, നീ അവന്റെ അടുത്ത് അങ്ങ് ചെല്ലും. എനിക്കറിയാം അവന്റെ കയ്യിൽ എന്ത് പത്രം ഉണ്ടെന്നും എല്ലാം എനിക്കറിയാം. പക്ഷെ അവന്റെ അധികാരപത്രമൊക്കെ അതെല്ലാം കഴിഞ്ഞു, അതിന്റെ കാലാവധി കഴിഞ്ഞു. അവന്റെ വീറും വാശിയെല്ലാം ഇനി ആർക്ക് വേണ്ടിയാ? ഇനി അത് യഹൂദമതത്തിന് വേണ്ടിയല്ല, അത് എനിക്ക് വേണ്ടിയാ, കർത്താവിന് വേണ്ടിയാ. വീറും വാശിയും തീഷ്ണതയും ഇനി അവന്റെ ശ്വാസത്തിൽ പോലും അവൻ എന്നെ ഉപദ്രവിക്കാൻ, എന്റെ മക്കളെ ഉപദ്രവിക്കാനാണ് അവൻ ശ്വാസം എടുത്തെങ്കിൽ, ഇനി അവന്റെ ശ്വാസത്തിൽ മുഴുവനും എനിക്ക് വേണ്ടി ജീവിക്കാനാണ്. ഇത് സമയം വന്നു, ടൈം വന്നു. ഞാനിത് നേരത്തെ റിസർവ് ചെയ്തിരുന്ന, പക്ഷെ ഞാൻ ആർക്കും അത് വെളിപ്പെടുത്തിയിരുന്നില്ല. ഞാൻ റിസർവ് ചെയ്തിരുന്ന, നിങ്ങളെല്ലാം കരഞ്ഞ് വിലപിച്ചപ്പോഴല്ല ഞാൻ ശൗലിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. എന്റെ വ്യക്തമായ പദ്ധതിക്കകത്തുണ്ട് ശൗലിന്റെ മാനസാന്തരം, ശൗലിന്റെ ഉദ്യോഗം അല്ലെങ്കിൽ ശൗലിന്റെ നിയോഗം. സമയമെന്ന് അനന്യാസെ നീ പേടിക്കണ്ട, നീ ചെല്ല്. പക്ഷെ നീ ഒരു കാര്യം അവനോട് പറയണം, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, എനിക്കൊരു മാനപാത്രം തന്നെയാ, ഞാൻ നിന്നെ ഉപയോഗിക്കും തന്നെ. പക്ഷെ നീ ഒരു കാര്യം പറയണം, ഞാൻ അവനൊരു കാര്യം കാണിച്ചു കൊടുക്കും, എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടതാണ്. എന്റെ പ്രിയരെ, എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാ? അയ്യോ, അത് ക്രിസ്തുവിന്റെ ശരീരം കൊണ്ട് തീർന്നതാ കഷ്ടം, സഭയാവുന്ന ശരീരത്തിനുണ്ടെന്ന് മാത്രം പറയല്ലേ. അപ്പൊ നമ്മൾ അങ്ങനല്ല. ക്രിസ്തുവിന്റെ ശരീരം കൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കഷ്ടമാണ് തീർന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണല്ലോ ഈ രക്ഷിക്കപ്പെട്ടവര്. അവര് കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം. അപ്പൊ അവർക്ക് എന്ത് പ്രാഗൽഭ്യം ഉണ്ടാകുന്നു? അവർക്ക് ഭയങ്കര ശരീരത്തിനും മനസ്സിനും വേദനയാണോ? സഹിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതാണ് അതിന്റെ അർത്ഥം, എല്ലാവരും ഇവിടെ ജയിലിടണം, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. പക്ഷേ ആ കഷ്ടങ്ങളുടെ നടുവിൽ നമ്മൾ അറിയാതൊരു സന്തോഷം കണ്ടെത്തും. എന്താണ് ആ സന്തോഷം? കർത്താവ് എന്നെ വിളിച്ച വിളിക്കകത്ത് അവന്റെ കഷ്ടങ്ങളോട് അനുരൂപപ്പെടാനും കൂടി ഒരു വരം, ദാനം, ഒരു ഗിഫ്റ്റ് എനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം കഷ്ടം അനുഭവിപ്പാൻ കൂടെ അവൻ നമുക്ക് വരം നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയില് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന്, റീകൺസൈൽഡ് ആയി എന്ന് പറയുമ്പോൾ നിരപ്പ് പ്രാപിച്ചു, നീതീകരണം കിട്ടി, കുറ്റവിമുക്തരായി, ഇത് ഏത് വാക്കായിക്കോട്ടെ, ഇതിന്റെ ഒരു പദവിയെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങളുടെ സ്വഭാവമായിട്ട് ഒട്ടും ചേർന്നതല്ല ഈ 3 കാര്യങ്ങളും. പക്ഷെ അത് ഞങ്ങളുടെ സ്വഭാവം കൊണ്ട് നേടിയതല്ലല്ലോ, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നേടിയതല്ലല്ലോ, ദൈവത്തിലുള്ള വിശ്വാസമാണല്ലോ നീതിയായി കണക്കിട്ടത്.
അങ്ങനെ കണക്കിട്ട ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ ജീവിക്കേണ്ട വിധങ്ങളെ കുറിച്ച്. അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങയുടെ സ്വഭാവത്തെ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളി ആകണം. അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ കർത്താവേ, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ സുവിശേഷം കേട്ടിട്ടത് കഴിഞ്ഞു, കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അല്ല, അതിന്റെ കേട്ട വചനത്തിന്റെ ഞങ്ങൾക്ക് വിശ്വാസ സ്ഥിരതയിൽ തുടരണം. ഞങ്ങൾക്ക് അഷുറൻസിൽ ഞങ്ങൾക്ക് തുടരണം. ഞങ്ങൾക്ക് ഒഴുകി പോകാൻ പാടില്ല. വേറെ ആര് എന്തെല്ലാം ഉപദേശങ്ങളുമായി വന്നാലും ഞങ്ങൾക്ക് ഒഴുകി പോകാൻ കഴിയത്തില്ല. ഞങ്ങൾ വിളിച്ചു പറയും, ക്രിസ്തുയേശുവിൽ ഞങ്ങൾ പരിപൂർണരാണ്. കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം ഞങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി എവിടെങ്കിലും നിൽക്കുകയല്ല, ദൈവസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അവൻ ഞങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനോട് മായം ചേർത്തുന്ന ഏത് ഉപദേശം വന്നാലും അതിനെ എതിർക്കുക, വിശ്വാസ സ്ഥിതിയിൽ തുടരുക, പ്രത്യാശയിൽ നിന്ന് ഒഴുകിപ്പോകാതിരിക്കുക. നാം അവസാനമായി ചിന്തിച്ചു, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് നാം പങ്കാളികളാകുമ്പോൾ നമ്മൾ ദൈവമക്കളെ, നമ്മുടെ മനസ്സിൽ ആ ചിന്ത വേണം. ആ പങ്കാളിത്തം അനുഗ്രഹങ്ങളുടെ പങ്കാളിത്തം മാത്രമല്ല, എല്ലാം പ്രാർത്ഥിച്ച് നേടുന്ന പങ്കാളിത്തം മാത്രമല്ല, അത് ആരോഗ്യത്തിന്റെ പങ്കാളിത്തം മാത്രമല്ല, അത് ഉയർച്ചയുടെ പങ്കാളിത്തം മാത്രമല്ല, അത് സൗഖ്യത്തിന്റെ പങ്കാളിത്തം മാത്രമല്ല, അത് സമ്പത്തിന്റെ പങ്കാളിത്തമായി മാത്രം കാണല്ലേ, അതിനകത്ത് കഷ്ടാനുഭവങ്ങളുടെ പങ്കാളിത്തമുണ്ട്. അവന്റെ ശരീരത്തിൽ അവൻ കഷ്ടം സഹിച്ചു നമ്മുടെ രക്ഷയ്ക്കെങ്കിൽ അവന്റെ സഭ അവന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കർത്താവ് ഇങ്ങനെ അനന്യാസ് ഞാൻ അവന് കാണിച്ചു, ഐ വിൽ ഷോ ഹിം. കർത്താവ് അങ്ങനെ പറഞ്ഞൊരു അങ്ങനെ അധികം, ഐ വിൽ ഷോ ഹിം, ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. എന്ത് കാണിച്ചു കൊടുക്കും? ഞാൻ ആരാണ്, ഞാൻ എത്രത്തോളം ഉയർത്താൻ ശക്തനാണെന്ന്. പണ്ട് കപ്പൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എയർപ്ലെയിനിലൂടെ കൊടുക്കും, ഞാൻ ഫ്ലൈറ്റിലൂടെ കൊടുക്കുമെന്ന് കാണിച്ചു കൊടുക്കുമെന്നല്ല, ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവന് ഇച്ചിരി ഹൈറ്റ് കുറവാ, എന്നെ വിശ്വസിക്കുമ്പോൾ ഹൈറ്റ് കൂട്ടി കാണിച്ചു കൊടുക്കും. അവന് ഇച്ചിരി വാക്ചാതുര്യം കുറവാ, എന്നെ വിശ്വസിക്കാൻ അവന് കാണിച്ചു കൊടുക്കും. എന്തുമാത്രം ബാക്കി ഇതൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. ഐ വിൽ ഷോ ഹിം ഹൗ മച്ച് ഹി സഫർ ഫോർ മൈ നെയിംസ് സേക്ക്. എന്റെ നാമത്തിന് വേണ്ടി അവന് കഷ്ടം സഹിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കും. ഇറ്റ് വാസ് എ വിൽ ഓഫ് ലോർഡ് ജീസസ്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് വിൽ ഓഫ് ലോർഡ്. ഇത് മനസ്സിലാക്കി അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്. അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾക്ക് കേൾക്കണോ, അവന്റെ ഹിതം എന്നിൽ നിറവേറുമ്പോൾ ഞാൻ ദുഃഖിതനല്ല, ഞാൻ സന്തോഷവാനാണ്. ഐ എം ഗ്ലാഡ് വെൻ ഐ സഫർ ഫോർ യു. കാരണം എനിക്കറിയാം അതെന്റെ ജീവിതത്തിന്റെ പരാജയമല്ലെന്നും സഭയാകുന്ന ശരീരത്തിൽ പൂരിപ്പിക്കേണ്ട കഷ്ടമാണെന്നും ആ കഷ്ടങ്ങൾ എന്നെ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് പങ്കാളിയാക്കുന്നു. കൂടെ സഹിച്ചാൽ ഞാൻ കൂടെ വാഴുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രതിഫലം എനിക്ക് ഉറപ്പുണ്ട്. തരുവാന്റെ ഗുണം കൂലിയും പ്രതിഫലവും എന്റെ പക്കലുണ്ടെന്നുള്ള വിശ്വാസത്തോടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ നിയോഗങ്ങളെ നിവർത്തിച്ച പോലെ ഇന്ന് രാത്രി നമുക്കും ദൈവങ്ങൾ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ദൈവങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.